സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്നാണ് ഒരു ജനറൽ സ്റ്റഡിയായി നമ്മൾ ഇന്ന് ഈ വാക്യാംശം കേൾപ്പാൻ വേണ്ടി പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം, ചിലരെടുക്കുന്നതേ ഉള്ളൂ. ആക്ട്സ് ചാപ്റ്റർ 15 വേഴ്സ് 16, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ശബ്ദമുയർത്തി നമുക്ക് ഒരുമിച്ച് വായിക്കാം. അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും. നാം കേൾക്കുന്ന ഈ നല്ല ദൂതിൻ്റെ അല്ലെങ്കിൽ നല്ല ബൈബിൾ സ്റ്റഡിയുടെ തലക്കെട്ട് ഇതാണ്: ജീവനുള്ള ആലയം. ഒരിക്കൽ കൂടെ, ജീവനുള്ള ആലയം. 7 ദേവാലയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മോശയുടെ കൂടാരം, ശലോമോൻ്റെ ആലയം, എസ്രാ ശാസ്ത്രിയുടെ കാലത്ത് നിയോഗം പ്രാപിച്ച പുരോഹിതന്മാർ പണിതതായ മറ്റൊരു ആലയം, ഹെരോദാവിൻ്റെ ആലയം, പുതിയ നിയമം ആലയം എന്നു തുടങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ആലയം എന്ന് ഉൾപ്പെടെയുള്ളതായ 7 ആലയങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സോ ദൈവം പൊളിക്കുന്നവനല്ല, ദൈവം പണിയുന്നവനാണ്. ഒരിക്കൽ കൂടെ, ദൈവം പൊളിക്കുന്നവനല്ല, ദൈവം പണിയുന്നവനാണ്. ഞാൻ വീണ്ടും നിങ്ങൾ ചിലരെ എഴുതുന്നത് കൊണ്ട് ആ ഓർഡറിൽ വീണ്ടും ഒരിക്കൽ കൂടെ പറയാം. മോശയുടെ സമാഗമന കൂടാരം, മോശയുടെ സമാഗമന കൂടാരം കഴിഞ്ഞ് ഇന്ന് രാത്രി നാം കേൾക്കുന്നതായ ദാവീദിൻ്റെ കൂടാരം, അത് കഴിഞ്ഞിട്ട് ശലോമോൻ്റെ ആലയം, പിന്നെ എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ മടങ്ങി വരുമ്പോൾ, സ്തോത്രം, ആ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ പണിതതായ ആലയം, ഹെരോദാവിൻ്റെ ആലയം, ഇന്ന് ഭൂമിയിലുള്ളതായ സഭയാകുന്ന നമ്മളാകുന്നതായ ആലയം, 7ാമത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ സ്വർഗത്തിൽ കാണുന്നതായ ആലയം എന്നിങ്ങനെ 7 ആലയങ്ങൾ ദേവാലയം എന്ന ബന്ധത്തിൽ കാണുവാൻ കഴിയും. കൂടെ ഞാൻ പറയും, ദൈവം എവിടെയുണ്ടോ അവിടെ 7 എന്ന സംഖ്യ പ്രകടമായി നമുക്ക് കാണുവാൻ കഴിയും. ആരും സ്തോത്രം പറയാത്തതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം. ദൈവം എവിടെയുണ്ടോ അവിടെ 7 എന്ന സംഖ്യ പ്രകടമായി കാണുവാൻ കഴിയും. 7 രണ്ടർത്ഥങ്ങളാണ് നൽകുന്നത്. ഒന്ന് പരിശുദ്ധാത്മാവ്, മറ്റൊന്ന് പെർഫെക്ഷൻ. സ്തോത്രം, പൂർണ്ണത. നമ്മുടെ ദൈവം അപൂർണതയുടെ ദൈവമല്ല, നമ്മുടെ ദൈവം പൂർണ്ണതയുടെ ദൈവമാണ്. സോ ദൈവം ദാവീദിൻ്റെ വീണുപോയ കൂടാരങ്ങളെ ദൈവം പണിയുമെന്ന്. ദൈവം പൊളിക്കുന്നവനല്ല, ദൈവം പണിയുന്നവനാണ്. ഞാൻ നിങ്ങളെ നോക്കി വസ്തുനിഷ്ഠമായി വളരെ കൃത്യമായി പറയട്ടെ. ദൈവം നിങ്ങളെ നാണം കെടുത്താനല്ല കൃപയിലേക്ക് നടത്തിയത്. നിങ്ങളെ രക്ഷിച്ചത് നിങ്ങളെ പൊളിച്ചിടാനല്ല. ദൈവം നിങ്ങളെ ദൈവസഭയിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ചത് നിങ്ങളെ പണിവാനാണ്. ദൈവം നിങ്ങളെ പണിതാൽ ആർക്കും പൊളിക്കുവാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, ദൈവം നിങ്ങളെ പണിതാൽ ആർക്കും പൊളിപ്പാൻ കഴിയത്തില്ല. തെളിവ് വേണോ? ദൈവം പൊളിച്ചാൽ ആർക്കും പണിവാൻ കഴിയത്തില്ല. ദൈവം പൊളിച്ചാൽ ആർക്കും പണിവാൻ കഴിയത്തില്ലെങ്കിൽ ദൈവം പണിതാൽ ആർക്കും പൊളിക്കുവാൻ കഴിയത്തില്ല. ദൈവം പൊളിക്കുന്നത് ആർക്കും പണിവാൻ കഴിയത്തില്ല. എങ്ങനെ? യെരിഹോവ എന്ന മതിലിനെ അവിടെ ആർപ്പിലല്ല ദൈവം പൊളിച്ചത്, പകരം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവമാണ് പൊളിച്ചത്. ഒരിക്കലും ചിന്തിക്കല്ലേ, ഒരിക്കലും പറയല്ലേ അവർ ആർപ്പിട്ടത് കൊണ്ടാണ് മതിൽ വീണത്. അവർ ആർപ്പിട്ടു, സംഭവം ശരിയാണ്, അവർ ആർപ്പിട്ടു. പക്ഷേ അവിടെ ആർപ്പിനാണോ ശക്തി, മഹത്വം അവിടെ ആർപ്പിനാണോ നിങ്ങൾ കൊടുക്കുന്നത്? ഹലോ, എന്താ മിണ്ടാത്തെ? നമ്മൾ കുറച്ച് കാലമായി കണ്ടിട്ട്, അതുകൊണ്ടാണോ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നത്? അവർ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു, അങ്ങനെ തന്നെയാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്: ആ വലിയ മതിലിനെ വീഴ്ത്തുവാൻ ആർപ്പിനാണോ ശക്തി, അതോ ദൈവത്തിനാണോ ശക്തി? വീണ്ടും, ആ ചെറുക്കൻ എറിഞ്ഞ കല്ലിലായിരുന്നോ ശക്തി മല്ലനെ വീഴ്ത്തിയത്, അതോ ദൈവത്തിൻ്റെ ശക്തിയായിരുന്നു? ദൈവത്തിൻ്റെ ശക്തിയാണ്.
അപ്പോൾ ചില ആൾക്കാരെങ്ങനെ പറയും, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ മരുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു. വിഷയം വെച്ച് പ്രാർത്ഥിക്കണം, വിഷയം വെച്ച് പ്രാർത്ഥിക്കണം, വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. സംഭവം ശരിയാ, പ്രാർത്ഥിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. പക്ഷെ മഹത്വം ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് കൊടുക്കരുത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന നിങ്ങൾക്കൊരു വിഗ്രഹമാണ്. നമ്മൾ പിണങ്ങി. മഹത്വം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കല്ല കൊടുക്കേണ്ടത്. മഹത്വം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും കൊടുക്കല്ല. അപ്പോൾ സുരേഷ് ബാബു പ്രാർത്ഥിക്കേണ്ടതാണോ പറയുന്നത്? പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവസഭയെ വരണം, കർത്താവിൻ്റെ സാക്ഷികളാകണം, ദശാംശം കൊടുക്കണം, പ്രയോജനപ്പെടണം, എക്സെട്ര. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം 100% നമ്മൾ ചെയ്ത് തന്നെ ആകണം. പക്ഷേ നമ്മൾ അങ്ങനെ ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കുമ്പോൾ ദൈവം ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. ദൈവം ഇറങ്ങും, ദൈവം എഴുന്നേൽക്കും, ദൈവം ചരിക്കും. പറയേണ്ടതിനൂടെ ദൈവം പറയും, ചെയ്യേണ്ടതിനൂടെ ദൈവം ചെയ്യും. ദൈവം കാര്യങ്ങളെ ഏറ്റെടുക്കും. മഹത്വം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പാസ്റ്ററിനും പ്രവാചകനും ചർച്ചിനും അല്ല കൊടുക്കേണ്ടത്. മഹത്വം കൊടുക്കേണ്ടവന് തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. അല്ലാതെ ഉപാധികൾക്കല്ല കൊടുക്കേണ്ടത്. ദൈവം പണിതാൽ ആർക്കും ഒന്നിനും പൊളിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അനുദിനം ജീവിതത്തെ ദൈവം പണിയണം. ആ പ്രസിദ്ധമായ വാക്യം എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. ചതഞ്ഞ ഓടെ ഓടിക്കുന്നില്ല, പുകയുന്ന തിരിയെ കെടുത്തുന്നില്ല. ചതഞ്ഞ ഓട എല്ലാവർക്കും അറിയാം. ഞാങ്ങണ പോലെയുള്ള, ഈറ പോലെയുള്ള, അല്ലെങ്കിൽ ചൂരൽ പോലെയുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് സസ്യങ്ങൾ നിൽക്കുന്ന ആ സ്തോത്രം താഴ്വരയിലൂടെ, ആ തോട്ടിൻ്റെ കരയിലൂടെ ഒരു ഇടയനിങ്ങനെ നടന്നു പോകുകയാണ്. 10,000-കണക്കിന് ഈറ പോലെ, ഞാങ്ങട പോലെ, മുള പോലെയുള്ളതായ ആ സസ്യം നിൽക്കുകയാണ്. അതിൽ കോടിക്കണക്കിന് അതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. അതിൻ്റെ സ്തോത്രം ഓല പോലെ നിൽക്കുന്ന, എന്തുവാ പറയണ്ടേ, ചൂരൽ പോലെ നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അതിനെ ഇടയൻ വലിച്ചെടുത്ത് ചുരുട്ടി വെച്ച് ഊതുമ്പോൾ ആടുകൾ അതിൻ്റെ ശബ്ദം കേട്ട് സ്തോത്രം ഇടയനെ അനുഗമിക്കും. അതാണ് സ്തോത്രം, അതിൻ്റെ പ്രത്യേകത. അങ്ങനെ കോടിക്കണക്കിന് കാര്യാദികൾ ഇങ്ങനെ ഊതുവാൻ തക്കോണമുള്ളതായ ഈറകൾ, ആ സസ്യം അവിടെയുണ്ട്. പക്ഷെ ഒന്നിനെ വലിച്ചെടുത്ത് ഇങ്ങനെ ഊതുമ്പോൾ പെട്ടെന്ന് അത് ഉടഞ്ഞു പോയാൽ സ്തോത്രം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ദൈവം പറഞ്ഞത് ഇതാണ്: ആ ഉടഞ്ഞു പോയതിനെ അങ്ങ് ഒടിച്ചു കളയത്തില്ല, മറ്റൊന്നിലേക്ക് കൈനീട്ടത്തില്ല. ഇതാണ്, നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ചെറിയൊരു ഈറ പോലെയാണ്. ദൈവത്തിന് നമ്മളെക്കാളും ബലമുള്ള, കൃപയുള്ള, സൗന്ദര്യമുള്ള, വിദ്യാഭ്യാസമുള്ള, കഴിവുള്ള, എക്സ്പീരിയൻസ് ഉള്ള പല കുടുംബങ്ങളെ, വ്യക്തികളെ തിരഞ്ഞെടുക്കാം. എന്നാലും കർത്താവ് പറഞ്ഞു, ഇല്ല മക്കളെ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്താൽ നിൻ്റെ കഴിവല്ല ഞാൻ വെളിപ്പെടുത്തുന്നത്, എൻ്റെ കഴിവിനെ ഞാൻ വെളിപ്പെടുത്തും. ചതഞ്ഞ ഓടെ ഒടിക്കുന്നില്ല. ദൈവം വലിച്ചെടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വലിച്ചെറിയുന്നവനല്ല, യൂസ് ആൻഡ് ത്രോ അല്ല. മനുഷ്യൻ നിങ്ങളെ ഉപയോഗിച്ച് അപമാനിക്കും, മനുഷ്യൻ നിങ്ങളെ ഉപയോഗിച്ച് അപമാനിക്കും. എന്നാൽ സ്തോത്രം, ദൈവം നമ്മെ ഉപയോഗിച്ച് മാനിക്കും. മനുഷ്യൻ നമ്മെ ഉപയോഗിച്ച് അപമാനിക്കും, ദൈവം നമ്മെ ഉപയോഗിച്ച് മാനിക്കും. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആമുഖമായി ഞാൻ പറയുന്നു, ദൈവം പണിവാനായി നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പണിപ്പുരയിലാണ് നിങ്ങളുടെ പാർപ്പ്, ദൈവത്തിൻ്റെ പണിപ്പുരയിലാണ് നിങ്ങളുടെ ജീവിതം. ദൈവം നിങ്ങളെ വ്യക്തിയായി പണിയുന്നു, ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ പണിയുന്നു, ദൈവം നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളെ പണിയുന്നു, ദൈവം നിങ്ങളുടെ തലമുറകളെ പണിയുന്നു. ആർക്കും വേണ്ടേ? കമാൺ. ദൈവം നിങ്ങളുടെ തലമുറകളെ പണിയുന്നു. ദൈവം ആർക്കും പൊളിച്ചു കളവാൻ കഴിയാതെ, മന്ത്രതന്ത്രങ്ങൾക്ക്, മനുഷ്യന്, സാത്താന് ഒന്നിനും പൊളിക്കുവാൻ കഴിയാതെ, കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്, ഒരു രൂപമുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്. അതനുസരിച്ച് ദൈവം നിങ്ങളെ പണിയുന്നു. സ്തോത്രം. അതേ ജീവനുള്ള ആലയങ്ങളായി. അപ്പോസ്തല പ്രവൃത്തിയിൽ വളരെ ശക്തമായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനം നമുക്ക് കാണുവാൻ കഴിയും. 10,000-കണക്കിന് ആൾക്കാർ സ്തോത്രം ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. ജാതി വ്യത്യാസം ഭയങ്കരമായി നിലനിന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നല്ല ഞാൻ പറഞ്ഞു വിടാൻ വേണ്ടി പോകുന്നത്. ഇന്നും അങ്ങനെയാണ്. ഹലോ, എന്താ മിണ്ടാത്തെ? ജാതി വ്യത്യാസം നിലനിൽക്കുന്നതായ ഒരു വലിയ സ്തോത്രം കാലഘട്ടമായിരുന്നു അപ്പോസ്തല പ്രവൃത്തികൾ. ഇന്നും അതാണ്. പുറത്തെ പലരും പറയുന്നില്ലെന്നേ ഉള്ളൂ, അവൻ നമ്മളാളല്ല, അതുകൊണ്ട് അവനെ പ്രസംഗിക്കാൻ വിളിക്കണ്ട എന്നുള്ള ജഡീകരെ കൊണ്ട് പലപ്പോഴും സഭ നടന്നിരിക്കുമ്പോൾ, സ്തോത്രം ജാതി പല ലോബികളായി തീർന്നിരിക്കുമ്പോൾ, സ്തോത്രം BJPയിലും
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസും ഇല്ലാത്ത ജാതി ജഡീകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സഭയിൽ നിറഞ്ഞിരിക്കുമ്പോൾ മനസ്സിലാക്കണമേ, സ്തോത്രം, അതേ ജാതിയല്ല സഭകളെ നിയന്ത്രിക്കേണ്ടത്. തൃത്വത്തിൽ മൂന്നാമനായ പറമക്കളെ പരിശുദ്ധാത്മാവാണ് ദൈവസഭയെ നിയന്ത്രിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നോക്കണമേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയും, ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ജനം വന്നപ്പോൾ സ്തോത്രം, അവരെ കൊള്ളണമോ അവരെ തള്ളണമോ എന്നറിയാതെ കൺഫ്യൂസ് ആയതായ ഒരു സമയം ഉണ്ടായിരുന്നു. 15-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു ജെറുസലേം കൗൺസിൽ നടക്കുകയാണ്. ആ ജെറുസലേം കൗൺസിലിൽ ഒരു യാക്കോബിനെ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. ആ യാക്കോബ് എന്ന് പറയുന്നത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന് പറഞ്ഞ മറുരൂപ മലയിലേക്ക് കയറിപ്പോയ യാക്കോബല്ല. കാരണം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആ യാക്കോബിനെ ഹെരോദാവ് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് 12-ാം അധ്യായത്തിൽ പറയുന്നു. 12-ാം അധ്യായത്തിൽ യാക്കോബിനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് 15-ാം അധ്യായത്തിൽ ഇതാ ഇരുത്തിയിരിക്കുന്നു എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത് വേറെ യാക്കോബാണ്. ഈ യാക്കോബ് കർത്താവിൻ്റെ സഹോദരനാണ്. യെസ്, ഈ യാക്കോബ് 15-ാം അധ്യായത്തിൽ കാണുന്ന ഈ യാക്കോബ് എഴുതിയ ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം, അല്ലേ? ദീനക്കാരൻ്റെ കിടക്ക ദൈവം മാറ്റി വിരിക്കുന്നു. സ്തോത്രം. ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യൻ, നാവ് സ്തോത്രം വളരെ അപകടകാരി എന്നൊക്കെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന ആ ലേഖനം നിങ്ങൾക്ക് മറന്നുപോയതുകൊണ്ട് നിങ്ങളിങ്ങനെ അപ്സെറ്റായിരിക്കുന്നത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആ യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് 15-ാം അധ്യായത്തിലെ കർത്താവിൻ്റെ അർദ്ധ സഹോദരനായ സ്തോത്രം യാക്കോബ് എഴുതിയാണ്. ഈ യാക്കോബിൻ്റെ അമ്മയുടെ പേരെന്താണ് പറഞ്ഞത്? ഈ യാക്കോബിൻ്റെ അമ്മയുടെ പേര് മറിയ. ഈ യാക്കോബിൻ്റെ അമ്മയുടെ പേര് മറിയ. അങ്ങനെയെങ്കിൽ അപ്പൻ്റെ പേരെന്തുവാ? ബൈബിൾ വായിക്കണം, എന്നാലേ സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. യേശു കർത്താവിൻ്റെ വളർത്തച്ഛനാകുന്നതായ യോസെഫായിരുന്നു ഈ യാക്കോബിൻ്റെ അപ്പൻ. അമ്മ നമുക്കറിയാം, സ്തോത്രം, അമ്മ മറിയ തന്നെയാണ്. സോ ആ യാക്കോബിൻ്റെയും മറിയയുടെയും മകനാകുന്നതായ ആ യേശു കർത്താവിൻ്റെ അപ്പനാകുന്ന ആ സ്തോത്രം യോസഫിൻ്റെയും അമ്മ മറിയയുടെയും മകനാകുന്നതായ യാക്കോബ്, അദ്ദേഹം യെരുശലേം ചർച്ചിൻ്റെ അധ്യക്ഷനായി, യെരുശലേം ചർച്ചിൻ്റെ ബിഷപ്പായി. പറഞ്ഞേക്കാൻ നേരമില്ല, സ്തോത്രം. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വല്ലാത്ത കൺഫ്യൂഷൻ സഭയിൽ ഇതാ നടക്കുകയാണ്. അന്നത്തെ കരിസ്മാറ്റിക് പ്രീച്ചറായ പത്രോസ് അവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. കർത്താവ് സൂപ്പർ നാച്ചുറലി വളരെ അതിശയമായി സന്ദർശിച്ച് ദൈവത്തിൻ്റെ കൃപയിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ട വെളിപ്പാടിൻ്റെ ആധിക്യം നൽകി നടത്തുന്നതായ പൗലോസ് അവിടെ ഇരിപ്പുണ്ട്. പൗലോസും പത്രോസും ഒക്കെ ഇരിക്കുന്നതായ ആ സ്റ്റേജിൽ സ്തോത്രം യാക്കോബ് എന്ന അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ ഒരു കൊട്ടേഷൻ പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരികയാണ്. സ്തോത്രം. ഒരു പരിഹാരം കൊണ്ടുവരികയാണ്. എവിടെ നിന്ന് പരിഹാരം കൊണ്ടുവന്നാന്ന് ഞാൻ പറഞ്ഞത്? ബാങ്കിൽ നിന്നല്ല, സ്തോത്രം, അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടി ഓഫീസിൽ നിന്നല്ല, ദൈവവചനത്തിലാണ് പരിഹാരം. ഏറ്റെടുക്കണം മക്കളെ. ദൈവവചനത്തിൽ നിന്നാണ് കുരുക്കുകളെ അഴിക്കുന്ന പരിഹാരം ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. പരിഹാരങ്ങൾ വെളിപ്പെടട്ടെ. സ്തോത്രം. ആ റെഫറൻസ് കിടക്കുന്നത്, എഴുതിയിരിക്കുന്നത് ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യത്തിലാണ്. അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ പണിയും. സ്തോത്രം. ദാവീദിൻ്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തിക്കുക. ആമോസ് 9:12 സ്തോത്രം ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതി കാണുന്നത്. മലയാള ബൈബിളിൽ എഴുതി കാണുന്നത് 9:12 എന്നാണ്. ഇംഗ്ലീഷിൽ 9:11 നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇൻ ദാറ്റ് ഡേ ഐ വിൽ റൈസ് അപ്പ് ദ ടാബർനാക്കിൾ ഓഫ് ഡേവിഡ്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് 11-ാം വാക്യവും മലയാള ബൈബിളിൽ ആമോസ് 9:12 വാക്യവുമാണ്. അനന്തരം ഞാൻ ദാവീദിൻ്റെ കൂടാരത്തെ പണിയും. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, അനന്തരം. ബൈബിൾ സ്റ്റഡിയാ, പ്രസംഗമല്ല. ശബ്ദം ഉയർത്തി പറ, ഓളിയും കൂട്ടി പറ, വീട്ടിൽ പറയുന്ന പോലെ പറഞ്ഞ്, അനന്തരം ഞാൻ ദാവീദിൻ്റെ കൂടാരത്തെ പണിയും. അനന്തരം. അപ്പോൾ അതിന് മുമ്പ് വേറെ ഏതാണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്തോത്രം പ്രവാചകനാകുന്നതായ ആമോസ് പറയുന്ന ആഫ്റ്റർ വേർഡ്സ്, അതെ, അനന്തരം. ഏത് കാര്യത്തിന് ശേഷമായിരിക്കും? അപ്പോൾ അനന്തരം എന്ന് പറയുന്നത് യേശു കർത്താവ്
തിരുവചനം മുഴുവൻ നിവൃത്തിയാക്കി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം, പരിശുദ്ധാത്മ വന്ന ശേഷം, സഭ എസ്റ്റാബ്ലിഷ് ആയ ശേഷം, ദൈവം ആമോസിലൂടെ ആ വാക്യം പറയുമ്പോൾ സ്തോത്രം, ഇസ്രായേലിൻ്റെ ചിതറിക്കിടക്കുന്ന 12 ഗോത്രം മാത്രമല്ലായിരുന്നു കർത്താവിൻ്റെ ഹൃദയത്തിൽ കണ്ടത്. പകരം ദൈവം കണ്ടത് സ്തോത്രം ഒരു വശത്തെ യഹൂദന്മാരുടെയും മറുവശത്തെ ജാതികളുടെയും സമ്മേളനത്തെയാണ് ദൈവം കണ്ടത്. ഹലോ, ഈ അന്ത്യകാലത്ത് അതാണ് ദൈവകൃപയാൽ നടക്കുന്നത്. ഇറ്റ് ഈസ് സോ പ്രൊഫറ്റിക്. വളരെ പ്രവചനമാണ്. നിങ്ങൾ മധ്യപൂർവ്വ ദേശത്തിലേക്ക് കടന്നുപോയാൽ ഒരു വശത്തെ യഹൂദന്മാരുടെയും മറുവശത്തെ ജാതികളുടെയും സമ്മേളനമായി ദൈവത്തിൻ്റെ വലിയ ചലനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ ചലനം. അതെ, ദൈവത്തിൻ്റെ ചലനം. അതിന് പൊതുവായി സാധാരണ മനുഷ്യർ പറയുന്നതായ, പ്രാസംഗികർ പറയുന്നതായ ഒരു വാക്കാണ് ഉണർവ്. ഉണർവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ചലനമാണ്. ആ ദൈവത്തിൻ്റെ ചലനം എന്നതിനൊരു പദമുണ്ട്. അതിൻ്റെ പേരാണ് ഒബേദ്. എത്ര പേര് കേട്ടിട്ടുണ്ടോ ഒബേദ്? ഒബേദ് എന്ന് കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഒബേദ് എന്ന് കേട്ടിട്ടുള്ളൂ. ഒബേദിൻ്റെ അപ്പൻ്റെ പേരെന്താണ്? ഒബേദിൻ്റെ അമ്മയുടെ പേരെന്താണ്? പറ. ബോവസ്. സ്തോത്രം. അമ്മയുടെ പേര്, അപ്പൻ്റെ പേര് ബോവസ്. അങ്ങനെയെങ്കിൽ അമ്മയുടെ പേര് രൂത്ത്. സ്തോത്രം. ജാതികൾപ്പെട്ടതായ രൂത്ത്, അതേ യഹൂദന്മാരിൽ നിന്ന് കടന്നു വന്നതായ ബോവസ്. അപ്പോൾ ജാതിയും അതേ യഹൂദനും ഒരുമിച്ച് ചേർന്നപ്പോൾ ഒബേദ് എന്ന ഒരു കുഞ്ഞുണ്ടായി. ഒബേദ് എന്ന പദത്തിൻ്റെ പേര് ദ മൂവ് ഓഫ് ഗാഡ്. ഈ അന്ത്യകാലത്ത് അതിശക്തമായി കർത്താവ് ചലിക്കുന്ന മൂവ് ഓഫ് ഗാഡ്. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ ചലനത്തിലാണ് ജീവിക്കുന്നത്. ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ഞായറാഴ്ച വന്ന് ബുധനാഴ്ച വന്ന് കുറച്ച് പ്രസംഗം കേട്ട് പോകാനല്ല, ദൈവത്തിൻ്റെ ചലനത്തിന് വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആർക്കും വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ ചലനത്തിന് വേണ്ടി സ്തോത്രം, ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. കർത്താവ് ഞായറാഴ്ചയും ബുധനാഴ്ചയും മാത്രമല്ല ചലിക്കുന്നത്. കർത്താവ് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാട് ചലിക്കുന്നു, നിങ്ങളുടെ ബന്ധുക്കളിൽ ചലിക്കുന്നു, നിങ്ങളുടെ സ്നേഹിതരിൽ ചലിക്കുന്നു, നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന ആത്മാക്കളെ ദൈവം ചലിക്കുന്നു. നിങ്ങൾ പറയുമ്പോൾ ജനം രക്ഷിക്കപ്പെടുന്നു, സൗഖ്യമാകുന്നു, വിടുവിക്കപ്പെടുന്നു, യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു, കർത്താവിൽ പണിയപ്പെടുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വലിയ പ്രതിഫലം ദൈവം നിങ്ങൾക്ക് നൽകി തരുന്നു. നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ ദൈവം ചലിക്കുന്നവനാണ്. സ്തോത്രം. അങ്ങനെ ദൈവം അപ്പോസ്തല പ്രവൃത്തിയിൽ ചലിച്ച 28 അധ്യായങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി, ആക്ച്വലി ആത്മാവിൻ്റെ പ്രവൃത്തി എന്നാണ് എഴുതേണ്ടത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ സ്തോത്രം ചലനമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പരിശുദ്ധ ആത്മാവ് ചുമ്മാ അങ്ങ് ചലിക്കുകയല്ല, അപ്പോസ്തലന്മാരിലൂടെ ചലിച്ചു, ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ചലിച്ചു. ഇന്നും ദൈവദാസന്മാരിലൂടെ കർത്താവ് ചലിക്കുന്നു. ദൈവം നിങ്ങളിലൂടെ ചലിക്കുമ്പോൾ സമൂഹം നിങ്ങളെ മാനിക്കും. സ്തോത്രം. ദൈവം നിങ്ങളെ ചലിക്കുമ്പോൾ ദേശക്കാർ നിങ്ങളെ വണങ്ങും. പക്ഷേ എത്രത്തോളം അവർ വണങ്ങുന്നു അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ താഴ്മയോടെ, വിനയത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ വീണ്ടും 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 കർത്താവിൻ്റെ കൃപകൾ നമ്മുടെ അതിരുകളെ ദൈവം വിശാലമാക്കും. ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. പക്ഷെ ഒരിക്കലും സെലിബ്രിറ്റി ആകാനായിട്ട് ആഗ്രഹിക്കില്ല. ഒരിക്കലും നമ്മൾ സ്തോത്രം അതെ മറ്റുള്ളവരുടെ പ്രതിപത്തിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ അവരുടെ അറ്റൻഷനോ വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. എത്രത്തോളം ദൈവം നമ്മളെ ഉപയോഗിക്കുന്നോ അത്രത്തോളം ശ്രദ്ധാലുക്കളാണെങ്കിൽ നമ്മുടെ അഭിഷേകം ഒരിക്കലും സീസൺ കൊണ്ട് തീരത്തില്ല, ജനറേഷനിലേക്ക് ദൈവകൃപയാൽ വ്യാപരിക്കും. മനസ്സിലാക്കുന്ന വാ തുറന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ചലനത്തിന് വേണ്ടി സ്തോത്രം കർത്താവ് ദൈവം ചലിക്കുന്നതായ അല്ലെങ്കിൽ ദൈവം ചലിച്ചതായ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ജാതികളിൽ നിന്ന് 10,000-കണക്കിന് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു. സ്തോത്രം. യഹൂദന്മാർ ഓൾറെഡി ഉണ്ട്, അവരെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ യാക്കോബ് എഴുന്നേറ്റ് നിന്ന് ആമോസ് 9:11 ഇംഗ്ലീഷ് ബൈബിളിൽ, ആമോസ് 9:12 മലയാള ബൈബിളിൽ, അനന്തരം ഞാൻ ദാവീദിൻ്റെ കൂടാരത്തെ പണിയും എന്ന് പറഞ്ഞ ജാതികളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതായൊരു വാക്യമുണ്ട്. അവനെ ആ 12 വാക്യം സ്തോത്രം. ആമോസ് 9:12 ദാവീദിൻ്റെ കൂടാരത്തെ നാളുകൾ നിർത്തി അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അതിൻ്റെ ഇടവുകളെ തിരിക്കുകയും അതിൻ്റെ പുരാതന കാലത്തൊന്ന് പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അതിൻ്റെ 11 വാക്യം ഒരിക്കൽ കൂടെ, അവർ ഏദോമിൽ ശേഷിക്കുന്നവരുടെയും എൻ്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന്. ഓഹോ, അവിടെ നോക്കിയേ, ആർക്ക് വേണ്ടിയാണ്? സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന്. വണ്ടർഫുൾ. അപ്പോൾ സകല ജാതികൾക്ക്, ശബ്ദം ഉയർത്തി പറഞ്ഞേ, ആർക്ക് വേണ്ടിയാണ്? സകല ജാതികൾക്ക്. അപ്പോൾ ചർച്ചിൻ്റെ കാഴ്ചപ്പാട് അതായിരിക്കണം. എന്താണ്? നമ്മുടെ ചർച്ച്, നമ്മുടെ ആൾക്കാർ, നമ്മുടെ കുറച്ച് പേര്. നോ, നിങ്ങളുടെ കുറച്ച് പേരാണെങ്കിൽ അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. സകല ജാതികളാണെങ്കിൽ അത് ദൈവത്തിൻ്റെ സഭ.
നിങ്ങളുടെ നമ്മളെ പോലെയുള്ള കുറച്ച് പേര് ഇങ്ങനെയാണെങ്കിൽ, എൻ്റെ പേര് ക്ലബ് എന്നാണ്. ആലപ്പുഴയിലുള്ളതായ ഒരു വലിയൊരു സ്തോത്രം സെലിബ്രിറ്റി പണ്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉള്ളവർ മാത്രമേ ഞങ്ങളുടെ സ്തോത്രം കൂട്ടായ്മയൊക്കെ കാണത്തുള്ളൂ. ഇപ്പോൾ അതില്ല കേട്ടോ, അത് പൊളിഞ്ഞു പോയി. കാരണം ഈ ഞങ്ങളുടെ സ്റ്റാൻഡേർഡിലുള്ള ഞങ്ങളുടെ ബാബേൽ ടവറിലൊന്നും കർത്താവ് കയറിയിരിക്കത്തില്ല. സ്തോത്രം. ഞങ്ങളുടെ സ്റ്റാൻഡേർഡിലുള്ള ഞങ്ങളെപ്പോലെയുള്ള ഗ്ലാമർ താരങ്ങളെ മാത്രം, താരപരിവേഷം കൊടുത്ത് താരങ്ങളെ കൂട്ടുന്നതിൻ്റെ പേരല്ല ദൈവത്തിൻ്റെ സഭ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ഹല്ലേലൂയ. കർത്താവ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് കുടുംബം നോക്കിയല്ല, വിദ്യാഭ്യാസം നോക്കിയല്ല, പണം നോക്കിയല്ല, അതെ സ്തോത്രം സൗന്ദര്യം നോക്കിയല്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ഒരുപാട് കാര്യം പറയാനുണ്ട്, എങ്കിലും എക്ലീഷ്യ എന്ന് 2 പ്രാവശ്യം യേശു കർത്താവ് പറഞ്ഞു. ഐ വിൽ റൈസ് മൈ എക്ലീഷ്യ, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എൻ്റെ സഭയെ പണിയും. ബാക്കി എന്തോ പറഞ്ഞാട്ടെ, പാതാള ഗോപുരങ്ങളതിനെ ജയിക്കയില്ല. സ്തോത്രം. ആ സഭ ദൈവത്തിൻ്റെ സഭയാണ്. സഭ കുടുംബങ്ങളുടേതല്ല, സഭ പ്രസ്ഥാനങ്ങളുടേതല്ല, സഭ ഏതോ ഐമേനിയുടെ അല്ല, സഭ ഒരിക്കലും തിരുമേനിയുടേതല്ല, സഭ ഗുണ്ടകളുടേതല്ല, സഭ പാസ്റ്റർമാരെ അല്ല, സഭ ലോബികളുടെ അല്ല. 100% സഭ കർത്താവിൻ്റെതാണ്. 100% സഭ ദൈവത്തിൻ്റെതാണ്. സഭ ദൈവത്തിൻ്റെതായതുകൊണ്ടാണ് കഴിഞ്ഞ 2000 വർഷം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സഭ. മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെക്കാളും ഏത് ഇസങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടായിരുന്നത് സ്തോത്രം സഭയ്ക്കാണ്. ഇതിൻ്റെ പകുതി വെല്ലുവിളിയുള്ളതായ സാമ്രാജ്യങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, അനേക പ്രസ്ഥാനങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിലും ദൈവസഭ മുന്നേറുന്നത് കർത്താവ് ദൈവസഭയിലുള്ളത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, പൊളിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ചർച്ചിൽ കയറിയിരുന്നാൽ മതി. ലൈഫ് പൊളിഞ്ഞു പോകാതിരിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ലൈഫ് പൊളിഞ്ഞു പോകലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ചർച്ചിലിരുന്നാൽ മതി. ചർച്ചിലിരുന്നാൽ ഒരിക്കലും നിങ്ങളെ പൊളിക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം ചർച്ച എന്ന് പറയുന്നത് പാസ്റ്റർ ഇരിക്കുന്ന സ്ഥലമല്ല, ദൈവം ഇരിക്കുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ സ്ഥലം. ദൈവം ഉണ്ടോ, ജീവിതത്തിൽ കർത്താവുണ്ടോ, നിങ്ങളെ പൊളിക്കാൻ എന്നെ പൊളിക്കാൻ ആർക്കും കഴിയത്തില്ല. അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളിൽ അടിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. വിഷയം ഇതാണ്, സ്തോത്രം. നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. ഈ ആലയത്തിൽ നടക്കുന്ന ഒരു കാര്യം, ആലയത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് പ്രാർത്ഥന. സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് കർത്താവ് തൻ്റെ ആലയത്തെക്കുറിച്ച് പറഞ്ഞു. സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം, അതാണ് ദൈവത്തിൻ്റെ ആലയം. ഒന്നാമത് സ്വർഗം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ ഒരു കാര്യമാണ് സ്തോത്രം, ഇൻ്റർസെഷൻ. ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. ആരും മിണ്ടുന്നില്ലല്ലോ. ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തർക്കവും വാദവുമല്ല. വീട്ടിലിരുന്ന് തർക്കിക്കല്ല്, വീട്ടിലിരുന്ന് വാദിക്കല്ല്, ആ വീട് മുഴിഞ്ഞു പോകും. ദയവായി നിർത്തിക്കോ. വീട്ടിലിരുന്ന് തർക്കിക്കല്ല്, വീട്ടിലിരുന്ന് വാദിക്കല്ല്. പകരം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് സ്തോത്രം, പ്രാർത്ഥിക്കണം. ആമേൻ. വീട്ടിലിരുന്ന് ആരെങ്കിലും തർക്കിക്കുന്നെങ്കിൽ, വാദിക്കുന്നെങ്കിൽ, കുറ്റം പറയുന്നെങ്കിൽ ഉടനെ വാതുറന്ന് പറയണം, ഇത് പ്രാർത്ഥിക്കുന്ന വീടാണ്, ഇവിടെ തർക്കത്തിനും വാദത്തിനും സ്ഥാനമില്ല. വാ തുറന്ന് ശാസിക്കണം. യേശുവിൻ്റെ മനസ്സിലല്ല ശാസിക്കണം. മനസ്സിൽ ശാസിച്ചാൽ സാത്താൻ കേൾക്കത്തില്ല. സാത്താൻ കേൾക്കുന്നത് ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് വായു പ്രസ്താവിക്കുന്നു. ആധരം തുറന്ന് പറയണം, എല്ലാ തർക്കത്തിൻ്റെയും വാദത്തിൻ്റെയും ആത്മാവേ യേശുവിൻ നാമത്തിൽ വിട്ടുപോ. അത് വടക്കും വഴിക്ക് പൂങ്കുളം വഴി അറബിക്കടലിലേക്ക് ഓടിപ്പോകുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തർക്കിച്ചും വാദിച്ചും നടക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് അവർ അകന്നു. എമോസിലെ ശിഷ്യന്മാരെ തർക്കിച്ചും തർക്കിച്ചും നടന്നപ്പോൾ യെരുശലേമിൽ നിന്ന് അകന്നു. യെരുശലേമിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. അഭിഷേകത്തിൽ നിന്ന് അകലണമോ? തർക്കിക്കാനും വാദിക്കാനും ഇരുന്നാൽ മതി. അഭിഷേകത്തിൽ നിന്നും വാഗ്ദത്തിൽ നിന്ന് അകലും. അപ്പോൾ വാഗ്ദത്വത്തോടും അഭിഷേകത്തോടും അടുക്കണമോ, ദൈവത്തോട് അടുക്കണമോ, പ്രാർത്ഥിച്ചാൽ മതി. ആരോ യൂ ടേൺ എടുക്കണം. തർക്കവും വാദവും നടത്തുമ്പോൾ അകലുന്നു, പ്രാർത്ഥിക്കുമ്പോൾ അടുക്കുന്നു. യൂ ടേൺ എടുക്കണമെന്ന്, തിരിച്ചു വരണമെന്ന് വാഗ്ദത്വത്തിലേക്ക്, സ്തോത്രം, പ്രാർത്ഥനയിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക്. ഒന്ന്, ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥനയുടെ സ്വരമാണ്. 2, ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആരാധനയുടെ സ്വരമാണ്. ഒന്ന്, പ്രാർത്ഥനയുടെ സ്വരം, നിങ്ങളുടെ സ്വരം ആ പ്രാർത്ഥനയുടെ സ്വരം. 2, ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആരാധനയുടെ സ്വരം. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാധിപ്പാൻ വേണ്ടിയാണ്. ഓർഡറിൽ പറഞ്ഞാൽ ആദ്യം ആരാധിക്കണം, പിന്നെ പ്രാർത്ഥിക്കണം. ഹലോ,
എഴുതിയെടുക്കുക. അറിഞ്ഞുകൂടാത്തവരെല്ലാം എഴുതിയെടുക്കുക. പ്രാക്ടിക്കലാണ്. ഇന്ന് ഇത് കൊണ്ടുപോയി തലേണയുടെ കീഴിൽ വെച്ച് സ്തോത്രം എടുത്ത് കളയല്ലേ. ദൈവം ആദ്യം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആരാധനയാണ്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരാധന ഉയരാണ്. സ്തോത്രം. ഒന്ന് ആരാധന. ആരാധിക്കുന്നവൻ്റെ ചെയ്യണം. പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് കോടികൾ സമ്പാദിക്കാനല്ല, ഈവൻ സുവിശേഷ വേല ചെയ്യാനല്ല, ഈവൻ ചർച്ചിൽ വന്ന് ഇതുപോലെ ബൈബിൾ സ്റ്റഡിയോ പ്രസംഗമോ ഒക്കെ പറഞ്ഞ് ചത്താനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തെ ആരാധിപ്പാനാണ്. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് ഗണത പഠിക്കണം. ദ പർപ്പസ് ഓഫ് ക്രിയേഷൻ ടു വർഷിപ്പ് ദ ലോർഡ്. പർപ്പസ് ഓഫ് ക്രിയേഷൻ. ദൈവം എന്നെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒഴുകുന്ന നദികൾ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. പർവ്വതങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതെന്ന്, കുന്നുകൾ ദൈവത്തെ സ്തുതിക്കുന്നതെന്ന്, വൃക്ഷലതാദികൾ ദൈവത്തെ സ്തുതിക്കുന്നതെന്ന്, മൃഗങ്ങളും പക്ഷികളും ദൈവത്തെ സ്തുതിക്കുന്നതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഒറ്റയെണ്ണം വാ തുറക്കുന്നില്ല. സ്തോത്രം. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ദാവീദിൻ്റെ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. സ്തോത്രം. എന്തുകൊണ്ടാണ് സീനിയോറിറ്റി അനുസരിച്ച് മോശയുടെ കൂടാരം എന്ന് ദൈവം പറയാത്തത്? മോശയുടെ കൂടാരത്തിൽ ശ്രദ്ധിക്കണം. അടുത്ത സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ്. മോശയുടെ കൂടാരത്തിൽ കുറച്ച് സിസ്റ്റമുണ്ട്. ദാവീദിൻ്റെ കൂടാരത്തിൽ 24 മണിക്കൂറും ജീവനുള്ള ആരാധനയുണ്ട്. മോശയുടെ കൂടാരത്തിൽ കുറച്ച് സിസ്റ്റമുണ്ട്. ആ സിസ്റ്റമാറ്റിക്കായ ക്രമീകരണം ഒരു ഭയങ്കര പുസ്തകത്തിൽ ദൈവം സ്തോത്രം അതെ ഉൾപ്പെടുത്തി. ഒരു വലിയ പുസ്തകം നിങ്ങൾ വായിക്കാറില്ല. ആ പുസ്തകം വായിച്ചാലും നമ്മൾ ഓടിച്ച് വായിക്കത്തുള്ളൂ. ആ പുസ്തകത്തിൻ്റെ പേരാണ് ലേവ്യ പുസ്തകം. ലേവ്യ പുസ്തകത്തിൽ മുഴുവൻ യാഗങ്ങൾ എങ്ങനെയായിരിക്കണം, ദേവാലയത്തിൻ്റെ അലമിൻ സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെയല്ലേ പറയുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിയത് ആ പുസ്തകം വായിച്ചപ്പോഴല്ലേ? ലേവ്യ പുസ്തകം. സ്തോത്രം. കാരണം ഒന്നും മനസ്സിലാകത്തില്ല. നമുക്ക് വേറൊരു അവസരത്തിൽ ചിന്തിക്കണം. ലേവ്യ പുസ്തകത്തിലെ യാഗങ്ങളെക്കുറിച്ചും അത് ക്രൂശുമായി എങ്ങനെയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ സ്തോത്രം പഠിച്ചു തുടങ്ങി പകുതി വഴിയിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. ഹൗ ഇറ്റ് ഈസ് റിയലി റിലേറ്റഡ് വിത്ത് ക്രോസ്. ക്രൂശും സ്തോത്രം ലേവ്യ പുസ്തകവും തമ്മിൽ ഭയങ്കരമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്തോത്രം യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം എബ്രായ ലേഖനത്തിൻ്റെ അഭിപ്രായത്തിൽ പരമയാഗം എന്ന് തെളിയിപ്പാൻ ഗുണം കഴിയുന്നത്. ആ പരമയാഗം എന്ന ഒറ്റ പദം തന്നെ എടുത്ത് നിങ്ങൾക്ക് സ്തോത്രം കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ നിങ്ങൾ പഠിക്കുന്നതായ ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. ആ മുഴുവൻ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ദൈവം പറഞ്ഞത്. സിസ്റ്റമാറ്റിക്കായി ദൈവം പറഞ്ഞു. വളരെ ക്രമീകരണമായിട്ടാണ് ദൈവം പറഞ്ഞത്. പോലീസുകാർക്ക് വളരെ ഡിസിപ്ലിൻ ഉള്ളതുപോലെ, ഇന്ത്യൻ ആർമിക്ക് ഡിസിപ്ലിൻ ഉള്ളതുപോലെ ദൈവം അച്ചടക്കത്തിൻ്റെ ദൈവമാണ്. പോയി ദൈവം അച്ചടക്കത്തിൻ്റെ ദൈവമാണ്. സഹോദരന്മാരെ, ദൈവം ഉപയോഗിക്കണമെങ്കിൽ ലൈഫ് കുത്തുവിട്ട പുസ്തകം പോലെ ആകല്ല. ലൈഫ് അച്ചടക്കമുള്ളതായിരിക്കണം. സമാഗമന കൂടാരത്തിലൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ആ ഡിസിപ്ലിനാണ് കർത്താവ് ഇറങ്ങി നിൽക്കുന്നത്. എത്ര നമ്മൾ കൊട്ടിയാലും പാടിയാലും ബഹളം ഉണ്ടാക്കിയാലും ഈ കസേരകളെ ഒക്കെ നമ്മൾ പൊട്ടിച്ചാലും നോ വേ ശബ്ദ മലിനീകരണമല്ല ക്രിസ്തീയ ജീവിതം. കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കണമെങ്കിൽ ആൽഫ മുതൽ ഒമേഗ വരെ നിശ്ചയമായി ഒരു അച്ചടക്കമുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. ദൈവം എന്തോ ശാന്തതയെ നോക്ക്. ട്രാൻസ്ലേഷൻ വേണോ? അല്ല, ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് സ്തോത്രം. ജീവിതത്തിൽ അച്ചടക്കം വേണം. ഇല്ലാത്തതെല്ലാം സ്വന്തം ജീവിതത്തിൽ, വീട്ടിൽ, ശുശ്രൂഷകളിലൊക്കെ അച്ചടക്കമുണ്ടാകണം. അച്ചടക്കം. ചില ചർച്ചസിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അറിയാം സ്തോത്രം പലതരം ഡിസോർഡർ എവിടെയുണ്ടോ അവിടെ ഒരിക്കലും ദൈവത്തിൻ്റെ പ്രസൻസ് എന്ന് കഴിയത്തില്ല. ദൈവ സാന്നിധ്യം ലൈഫിൽ വേണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഹലോ. ഇന്ന് രാത്രി വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ കിടന്നുറങ്ങുന്ന റൂം എങ്ങനെയുണ്ടെന്നോ നോക്കണേ. അപ്പോൾ നമുക്കറിയാം സ്തോത്രം. കിടന്നുറങ്ങുന്ന റൂം അച്ചടക്കമുള്ളതാണെങ്കിൽ നിശ്ചയമായിട്ടും ഡിസിപ്ലിൻ ഉള്ളതായ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. നിസ്സാര കാര്യങ്ങളിൽ പോലും കർത്താവിൻ്റെ അച്ചടക്കം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിസ്സാര കാര്യം. ഞാൻ ഒരു കാര്യം പറയാം. കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റിട്ട് സ്തോത്രം അതെ ആ റൂമാല് മുഖത്ത് ഇങ്ങനെ മൂടിയിരുന്നതായ റൂമാല് 3 തരത്തിലുള്ള വസ്ത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്തോത്രം. അതിലിങ്ങനെ ആ റൂമാലിങ്ങനെ മടക്കി വെച്ചിട്ട് പോയി. നിങ്ങൾക്കറിയാം ഞാൻ എന്താ പറയാൻ പോയത്. ഈ പ്രഭുക്കന്മാരെന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ധനികർ ഒക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ ആഹാരം കഴിച്ചു തീർന്നിട്ട് തൃപ്തിയായെങ്കിൽ, അല്ലെങ്കിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവർ ആ റൂമിൽ മടക്കി വെക്കാതെ അവിടെ ഇങ്ങനെ ചുരുട്ടിയിട്ടിട്ട് എഴുന്നേറ്റ് പോവും. അപ്പോൾ രാജാവ്
പ്രഭു ഭക്ഷണം കഴിച്ചിട്ട് ആ റൂമിൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയാൽ, ചുരുട്ടിയിട്ടിട്ട് പോയാൽ യജമാനൻ കഴിച്ചു കഴിഞ്ഞു, സ്തോത്രം, ഇനി അദ്ദേഹം വരത്തില്ല. പക്ഷേ ഏതെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം മടക്കി നന്നായി വച്ചിട്ട് സ്തോത്രം പോകുന്നെങ്കിൽ ദാസന്മാർക്ക് മനസ്സിലാക്കും, മടക്കി വച്ചിട്ടാണ് പോയത്. അദ്ദേഹം പുറത്തു പോയാൽ അദ്ദേഹം മടങ്ങി വരും. ഓ ഓ ഓ ഓ മൈ ഗുഡ്നസ്. നിസ്സാരം ഹാൻഡ് കർച്ചീഫിൻ്റെ കാര്യത്തിൽ പോലും എൻ്റെ അപ്പച്ചൻ അച്ചടക്കമുള്ളവനെങ്കിൽ വെൽക്കം ടു ദ ക്ലബ് ഓഫ് ഡിസിപ്ലിൻ. അച്ചടക്കത്തിൻ്റെ ക്ലബിലേക്ക്, അച്ചടക്കത്തിൻ്റെ സ്തോത്രം, അതേ ദൈവസഭയിലേക്ക് സ്വാഗതം. കർത്താവ് നമ്മളിൽ നിന്ന് ഡിസിപ്ലിൻ പ്രതീക്ഷിക്കുകയാണ്. പിള്ളേരെല്ലാം പ്രതീക്ഷിക്കുകയാണ്. പിള്ളേരെല്ലാം കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ കർച്ചീഫിൻ്റെ കാര്യത്തിൽ പോലും, ഹാൻഡ് കർച്ചീഫിൻ്റെ കാര്യത്തിൽ പോലും യേശുവിനെ പറവാനൊരു ദൂതുണ്ട്. യേശു കർത്താവ് ഒരു ചെറിയ നിസ്സാര കാര്യത്തിൽ പോലും അവൻ അച്ചടക്കമുണ്ട്. സ്വാനന്തരം ഞാൻ ദാവീദിൻ്റെ കൂടാരത്തെ പണിയും. എന്തുകൊണ്ട് കർത്താവ്? സീനിയോറിറ്റി അനുസരിച്ച് ആദ്യം ഉണ്ടായത് മോശയുടെ കൂടാരമല്ലയോ? ദാവീദിൻ്റെ കൂടാരം ഉണ്ടാകുന്നതിന് 5 നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായതാണ് മോശയുടെ കൂടാരം. ചില ആൾക്കാർ പറയും ഞാനാണ് സീനിയർ, തിരുവനന്തപുരം ജില്ലയിൽ ഞാനാണ് സീനിയർ, അല്ലെങ്കിൽ കേരളത്തിൽ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ, എവിടെയുമാകട്ടെ ഞാനാണ് സീനിയർ. സീനിയർ നിങ്ങളായിരിക്കാം, സിസ്റ്റം നിങ്ങളായിരിക്കാം. പക്ഷെ കർത്താവ് പറയുന്നത് നോ, എനിക്ക് സിസ്റ്റം ഞാനാണ് കൊടുത്തത്, സീനിയോറിറ്റിയായി നിന്നെ ഞാനാണ് തിരഞ്ഞെടുത്തത്. പക്ഷെ ജീവനുള്ള ആരാധന എവിടെയുണ്ടോ അവനെയാണ് ഞാൻ പണിയുന്നത്. സിസ്റ്റം വെച്ചിട്ടിരിക്കുന്നവൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ നിൽക്കണമെന്നല്ല, പകരം നിങ്ങൾ വാ തുറന്ന് ആരാധിക്കണം. സുജിത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടാണ് സ്തോത്രം ഇറങ്ങിപ്പോയത്. എൻ്റെ ദൈവത്തിന് ഇഷ്ടമുള്ളത് എൻ്റെ പിൻപിലുള്ളതായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല, എൻ്റെ മുൻപിലിരിക്കുന്നതായ ജനത്തിൻ്റെ ശബ്ദമാണ് ദൈവം കേൾപ്പാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് രാത്രി ഉറങ്ങുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ലാപ്ടോപ്പിൽ ഏതെങ്കിലും സ്തോത്രം മ്യൂസിക്കോ അല്ലെങ്കിൽ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ഓഡിയോ ബൈബിളോ ഒക്കെ ഇട്ടിട്ടാണ് എത്രയോ വർഷങ്ങളായി ഉറങ്ങുന്നത്. അപ്പോൾ ലാപ്ടോപ്പിൽ അതിങ്ങനെ കേട്ടിട്ടേ ഇരിക്കും. സ്തോത്രം, ലാപ്ടോപ്പിൻ്റെ ശബ്ദമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ശബ്ദമല്ല, യൂട്യൂബിൻ്റെ ശബ്ദമല്ല, ജീവനുള്ള നമ്മുടെ ശബ്ദമാണ്. മക്കളെ ശബ്ദമല്ലയോ അപ്പം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ശബ്ദം ദൈവം കേൾപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ കൂടാരത്തിൽ 24 മണിക്കൂറും ആരാധന ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ശരീരം ജീവിച്ചെങ്കിലും ഹൃദയം പുതിയ നിയമത്തിൽ ജീവിപ്പിച്ചവനായിരുന്നു. ഒരിക്കൽ കൂടെ, പഴയ നിയമത്തിൽ ശരീരം ജീവിച്ചെങ്കിലും ഹൃദയം പുതിയ നിയമത്തിൻ്റെ സിസ്റ്റം കണ്ടവനായിരുന്നു, അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ നിലവാരം കണ്ടവനായിരുന്നു ദാവീദ്. ഒരിക്കൽ കൂടെ, പുള്ളിയുടെ ശരീരം, ദാവീദിൻ്റെ ശരീരം പഴയ നിയമത്തിലാണ് ജീവിച്ചത്. പക്ഷേ ആരാധനീയമായിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം പുതിയ നിയമത്തെ സ്പർശിച്ചു. കാരണം പുതിയ നിയമത്തിൽ ദൈവം നിങ്ങളെ പ്രതീക്ഷിക്കുന്നതായ ആരാധന എന്ന് പറയുന്നത് സൺഡേ ആരാധനയല്ല, തിങ്കളാഴ്ച ആരാധനയാണ്, ചൊവ്വാഴ്ച ആരാധനയാണ്, ശനിയാഴ്ചയും ആരാധനയാണ്, 24 മണിക്കൂറും ആരാധനയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയാൽ പഴയ നിയമത്തെക്കാൾ ഏറ്റവും ഇൻറ്റൻസായ ആരാധന വെളിപ്പെടുന്ന നല്ല പുതിയ നിയമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എല്ലാ വീടുകളിൽ നിന്നല്ല മാത്രമല്ല, ഞാൻ ഇങ്ങനെ പറയട്ടെ, എല്ലാ വ്യക്തികളിൽ നിന്നും സ്തോത്രം ആരാധനയുടെ ശബ്ദം ഉയരുമാറാകട്ടെ. ദൈവമക്കളെ, ആരാധിക്കുന്നവനാണോ അവൻ ഉയർത്തപ്പെടും. ആരാധിക്കുന്ന വ്യക്തികളാണോ ദൈവത്തിൻ്റെ കൃപയാൽ മാനിക്കപ്പെടും. ആരെങ്കിലും മാനിക്കപ്പെടുന്നില്ല. സ്റ്റാഗ്നൻ്റായി നിൽക്കുന്നവർ വളരെ ദുഃഖത്തോടെ ഞാൻ പറയുന്നു, കയ്യിലിരിപ്പ് ശരിയല്ല. എന്താ മിണ്ടാതിരിക്കുന്നത്? ഉള്ള കാര്യം പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കണക്ട് ചെയ്ത് യേശു കർത്താവുമായി കണക്ട് ചെയ്താൽ ലൈഫ് പൊളിയത്തില്ല, ലൈഫ് മുന്നേറും, ലൈഫ് മുന്നേറ്റത്തിന്. ആത്മീയ ജീവിതം, ഞാൻ പറയുന്ന പ്രോസ്പിരിറ്റി അല്ല, ഞാൻ പറയുന്ന പ്രാക്ടിക്കല, ഞാൻ പറയുന്ന പ്രോസ്പിരിറ്റി അല്ല, പ്രാക്ടിക്കലാണ്. കർത്താവുമായി കണക്ട് ചെയ്തവൻ്റെ ലൈഫ് മുന്നേറിയിരിക്കും. ആരാധിക്കുന്നവൻ്റെ ലൈഫ് ഒരിക്കലും വഴിമുട്ടി നിൽക്കത്തില്ല. ആരാധിക്കുന്നവൻ്റെ ജീവിതം ദൈവകൃപയാൽ മുന്നേറി തന്നെ ആകും. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം ആദ്യത്തെ ഖണ്ഡിക നിങ്ങൾ വായിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം ആദ്യത്തെ ഖണ്ഡിക വായിക്കുമ്പോൾ ദേശം പിടിക്കപ്പെടാനായി ഇനി പിന്നെയും ബാക്കിയുണ്ട്. അപ്പോൾ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, യഹൂദ പുറപ്പെടട്ടെ.
എത്ര പേർ വായിച്ചിട്ടുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ടെ. യഹൂദ പുറപ്പെടട്ടെ. അപ്പോൾ യഹൂദ പുറപ്പെട്ട് പിടിക്കപ്പെട്ടിട്ടില്ലാത്ത ദേശത്തെ പിടിക്കട്ടെ. അപ്പോൾ പിടിക്കപ്പെട്ടിട്ടില്ലാത്ത വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ, നേടിയിട്ടില്ലാത്ത നേട്ടങ്ങൾ ആർക്കാണ് പിടിപ്പാൻ കഴിയുന്നത്? ആരാധിക്കുന്ന യഹൂദയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. സോ പ്ലീസ്, യേശുവിൻ്റെ നാമത്തിൽ ഇതാണ് ലൈഫ് വരേണ്ടത്. ചർച്ച മാറിയത് കൊണ്ടും പാസ്റ്റർ മാറിയത് കൊണ്ടും വേറെ കാര്യാദികൾ ഈ ലോകത്ത് നോ 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 നോ. ദൈവത്തിൻ്റെ കൃപയാൽ നീ മാറണം, നിൻ്റെ ജീവിതം മാറണം. നിൻ്റെ ജീവിതം മാറുമ്പോൾ നിൻ്റെ സാഹചര്യം മാറുകയാണ്. ഹല്ലേലൂയ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിതം മാറുമ്പോൾ നിശ്ചയമായി ആരുടെ മുമ്പിലും കൈനീട്ടുവാൻ ഒച്ചാനിച്ച് നിൽപ്പാൻ ഇടവല്ലാതെ നമ്മുടെ ലൈഫിനെ ദൈവം മാനിക്കും. എബേസിൻ്റെ അതിരുകളെ വിശാലമാക്കിയ ദൈവം നിശ്ചയമായി നിൻ്റെ അതിരുകളെ വിശാലമാക്കും. യെസ്, ദാവീദിൻ്റെ ലൈഫിൽ അതാണ് സംഭവിച്ചത്. ദാവീദ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ദാവീദിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. അയ്യോ, ആരും എന്നെ കരുതിയില്ല, അവരാരും എന്നെ ഉയർത്തിയില്ല, അവരെനിക്ക് പ്രോത്സാഹനം തന്നില്ല, അവരെന്നെ നടത്തിയില്ല, അവരെന്നെ താങ്ങിയില്ല, അവരെനിക്ക് വേണ്ടി കരുതിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പലപ്പോഴും സെൽഫ് പിറ്റി പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. കള്ളം, പച്ചക്കള്ളം. ഞാൻ പറയട്ടെ, ലോകം മുഴുവൻ എതിരാകട്ടെ, ലോകം മുഴുവൻ എതിരായാലും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഞാൻ പറയട്ടെ, സ്തോത്രം. ദൈവം അനുകൂലമായിരുന്നാൽ റൈറ്റ് പീപ്പിളിനെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് നല്ല ആൾക്കാരെ, നല്ല സഹോദരീ സഹോദരന്മാരെ നമ്മുടെ സ്തോത്രം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവം എത്തേണ്ട സ്ഥാനങ്ങളിൽ നമ്മളെ എത്തിക്കും. പക്ഷേ ഇത് കൊണ്ടുവരേണ്ടത് ദൈവമാണ്. ഞാൻ പറയുന്ന പൈസയുടെ കാര്യമല്ല, ഞാൻ പറയുന്ന ഭൗതിക കാര്യമല്ല. റൈറ്റ് പീപ്പിളിനെ, നല്ലൊരു അധ്യാപകനെ നിൻ്റെ കുട്ടിയുടെ ജീവിതത്തിലേക്ക്, നല്ലൊരു ടീച്ചറിനെ തരുന്നത് ദൈവമാണ്. നല്ലൊരു സ്കൂൾ തരുന്നത് ദൈവമാണ്. നല്ലൊരു സ്തോത്രം. അതെ, 2 കോഴ്സ് എടുക്കണം, ഇതിൽ ഏതെടുക്കണം, മാത്സ് എടുക്കണോ സയൻസ് എടുക്കണോ അറിയത്തില്ല. കുട്ടിക്ക് അതെ സയൻസിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് മാത്സ് ആയിരിക്കും. പാരൻസിന് പോലും അറിയത്തില്ല. അവന് മാത്സ് എടുത്ത് അല്ലെങ്കിൽ അവൾ മാത്സ് എടുത്തായിരിക്കും ഒരു പക്ഷേ IITയിലോ മറ്റേതോ കയറിപ്പോകാൻ വേണ്ടി സാധ്യതയുള്ളൂ. പക്ഷേ ആ റൈറ്റ് ടൈമിൽ ആ വ്യക്തിയെ നമ്മുടെ അടുക്കൽ എത്തിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് വലിയ ചാക്കും വലിയ പേഴ്സും വലിയ കോടികളുടെ സമ്പാദ്യമൊന്നുമല്ല. നിങ്ങൾക്ക് വേണ്ടിയത് കർത്താവാണ്. സ്തോത്രം. ദാവീദ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനാണ്. 27:10 സങ്കീർത്തനം താൻ പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. യെസ്, ഇശായി എന്ന തൻ്റെ പിതാവിൻ്റെ ചുറ്റിക്കളിയിൽ റോങ് റിലേഷൻഷിപ്പിൽ ഉണ്ടായ പുത്രനായിരുന്നു സ്തോത്രം ദാവീദ്. കേട്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. യെസ്, ദാവീദിൻ്റെ അമ്മ വന്ന് യൂറോപ്യൻ സൈഡുള്ളവളായിരുന്നു. ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാരെല്ലാം ഏഷ്യൻ സൈഡുള്ളവരായിരുന്നു. അവരെല്ലാവരും സ്തോത്രം നമ്മെപ്പോലെ കറുത്ത മുടി ഉള്ളവരായിരിക്കുമ്പോൾ ദാവീദ് വന്ന് കുറച്ചുകൂടെ അതെ കോമള രൂപി എന്ന് പറയത്തക്ക ക്രമത്തിൽ ബൈബിൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വൈറ്റിഷ് ആയിരുന്നു, ബ്ലോണ്ട് ഹെയർ ആയിരുന്നു, ചെമ്പം മുടിക്കാരൻ അല്ലെങ്കിൽ ഗോൾഡൻ മുടിക്കാരനായിരുന്നു സ്തോത്രം ദാവീദ്. സോ അങ്ങനെ സ്തോത്രം അതെ തൻ്റെ കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. നാണക്കേടിൻ്റെ പുത്രനായതുകൊണ്ട് അവൻ്റെ കയ്യിൽ കുറച്ച് ആടുകളെ കൊടുത്ത് ഇവൻ എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് ഇവനെ കാട്ടിൽ പറഞ്ഞയച്ചതാ ഇശായി. ഇവൻ എന്നൊക്കെ നാണക്കേടിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കാട്ടിലേക്ക് പറഞ്ഞു വിട്ടവനാണ്. എന്നാൽ ഞാൻ നിങ്ങൾ നോക്കി പറയുന്നത്, എപ്പോൾ മനുഷ്യൻ നിങ്ങളെ വീട്ടിൽ നിന്ന് കാട്ടിലേക്ക് തള്ളുന്നോ ദൈവം പറയും, മക്കളെ വാ, ഞാൻ നിന്നെ പ്രൊമോട്ട് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യൻ എപ്പം നിങ്ങളെ കുഴിയിലേക്ക് തള്ളുന്നത് പോലെ പ്രോബ്ലത്തിലേക്ക് തള്ളിയിടുന്നു, കർത്താവ് പറയും സ്തോത്രം, നോ 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 നോ, അത് ഡീപ്രൊമോഷൻ അല്ല, എൻ്റെ സന്നിധിയിൽ അത് പ്രൊമോഷനാണ്. അങ്ങനെ കാട്ടിൽ കിടന്നവൻ ദൈവത്തെ സ്തുതിക്കാൻ പഠിച്ചു, കാട്ടിൽ കിടന്ന ദൈവത്തെ ആരാധിക്കാൻ പഠിച്ചു. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിൻ്റെ പേഴ്സ് പോയാലും നിൻ്റെ സമ്പാദ്യം പോയാലും നിൻ്റെ സ്തുതി ആരും മോഷ്ടിക്കാൻ വിട്ടുകൊടുക്കല്ല്, നിൻ്റെ ആരാധന ആരും മോഷ്ടിക്കല്ല്. ഹലോ, ആരാധന മോഷ്ടിക്കല്ല, സ്തുതി മോഷ്ടിക്കല്ല. വേറെ എന്ത് നഷ്ടപ്പെട്ടാലും സ്തുതിയും ആരാധനയും നഷ്ടപ്പെടല്ല. സ്തുതിയും ആരാധനയും നഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിൻ്റെ അഡ്രസ്സിനെ മാറ്റി, നിൻ്റെ സ്റ്റാറ്റസിനെ മാറ്റി ദൈവം തന്നെ ഉയർത്തുന്നവനാണ്. ഹല്ലേലൂയ. ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. യെസ്, തൻ്റെ ലൈഫിൽ അത് അവൻ മനസ്സിലാക്കി. രഹസ്യത്തിൽ പരസ്യത്തിലൊക്കെ അവൻ ദൈവത്തെ ആരാധിച്ചവനായതുകൊണ്ട് സ്തോത്രം ആ അതുല ഗുഹ ഉള്ളതായ ആ മരുഭൂമിയും ആ കാടും സ്തോത്രം അവൻ്റെ അഡ്രസ് മാറി. ഇപ്പോൾ ഇതാ
ദ വാരിയർ, അല്ലെങ്കിൽ ഡേവിഡ് ദ പ്രിൻസ്, പിന്നത്തേതിൽ ഡേവിഡ് ദ കിങ് പാലസ് എന്ന് പറയത്ത ക്രമത്തിൽ അവൻ്റെ അഡ്രസ്സ് മാറി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ കാണും, ഞാൻ കണ്ടുകൊണ്ടേ ഇരിക്കും. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുടെ അതേ ഡെസ്റ്റിനി, അഡ്രസ്സസ്, സ്റ്റാറ്റസ് ദൈവകൃപയാൽ മാറിക്കൊണ്ടേയിരിക്കും. ആരാധിക്കുന്നവൻ താഴോട്ടല്ല, ആരാധിക്കുന്നവന് മേലോട്ടാണ്. പക്ഷെ നമ്മൾ മേലോട്ട് 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 എന്ന് പറഞ്ഞല്ല ആരാധിക്കേണ്ടത്. നമുക്ക് സ്തോത്രം പൈസയല്ല, സ്റ്റാറ്റസ് അല്ല, നമുക്ക് കർത്താവാണ് ഒന്നാമത്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് കിട്ടി, ആരാധിച്ചത് കൊണ്ട് കിട്ടി എന്ന് പറഞ്ഞ ആരാധനയല്ല വിഗ്രഹം. ആരാധന വിഗ്രഹമാക്കല്ലേ, സ്തുതിയെ വിഗ്രഹമാക്കല്ലേ, പ്രാർത്ഥന വിഗ്രഹമാക്കല്ലേ. സ്തോത്രം, എൻ്റെ മഹത്വത്തെ ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. എന്നാൽ അതേ സമയത്ത് ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ദൈവത്തെ ആരാധിച്ചോ. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു അത്ഭുതമായിരിക്കും. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് യൂറോപ്പിൽ പ്രസംഗിച്ച ഒരു മെസ്സേജ് ആയിരുന്നു, മിറക്കിൾ ഇൻ ദ മിറർ. മിറക്കിൾ ഇൻ ദ മിറർ എന്തോ മനസ്സിലായി? മിറക്കിൾ ഇൻ ദ മിറർ. നമ്മൾ ചെന്ന് സ്തോത്രം അതെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ കാണുകയാണ്. കണ്ണാടിയിൽ നമ്മളെ തന്നെ നോക്കുമ്പോൾ കാണുന്ന നമ്മളുണ്ടല്ലോ, അതാണ് മിറക്കിൾ. മിറക്കിൾ ഇൻ ദ മിറർ. നിൻ്റെ ലൈഫിന് നീ തന്നെ ഒരു അത്ഭുതമായിരിക്കുമെന്ന്. ഹല്ലേലൂയ. എന്നെ യൂറോപ്പിൽ കൊണ്ടുപോയില്ലല്ലോ എന്ന വിരോധത്തിലാണ് ചിലർ ഇരിക്കുന്നത് തോന്നുന്നു. ഓക്കെ, നോക്ക്, മിറക്കിൾ ഇൻ ദ മിറർ മീനിങ് നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു അത്ഭുതമായിരിക്കും. നടത്തിയ വിധങ്ങൾ ഓർത്താൽ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ തക്കണ കഴിയത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് സംഭവിക്കട്ടെ. കർത്താവ് വാതിലുകളെ തുറക്കട്ടെ, വഴികളെ തുറക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ മാനിക്കണം. അനന്തരം വീണുപോയ ദാവീദിൻ്റെ കൂടാരത്തെ ഞാൻ പണിയും. ആരുമില്ലായിരുന്നോ? കരുതാൻ ആരുമില്ലായിരുന്നോ? ഇടിവിൽ നിൽക്കാൻ ആരുമില്ലായിരുന്നോ? ചേർത്ത് പിടിക്കാൻ ആരുമില്ലായിരുന്നോ? എന്തോ കഴിച്ചെന്ന് ചോദിക്കാൻ ആരുമില്ലായിരുന്നോ? നിങ്ങൾ ചിലരുടെ അവസ്ഥ പോലെ തന്നെ എന്തോ കഴിച്ചു രാവിലെ ആരുമില്ലായിരുന്നോ? ഇങ്ങനെ ചെറിയൊരു വിരൽ പിടിച്ച് സാരമില്ല കേട്ടോ മോനെ, സാരമില്ല കേട്ടോ, കർത്താവ് കൂടെയുണ്ട് കേട്ടോ കുട്ടാ മോനെ ദാവീദ് ഡാ. ആരുമില്ലായിരുന്നോ? എന്തോ കഴിച്ചു. വിളമ്പാൻ ആരുമില്ലായിരുന്നു, കൊടുക്കാനാരുമില്ലായിരുന്നു, ആശ്വസിപ്പിക്കാനാരുമില്ലായിരുന്നു. അവൻ ഒറ്റയ്ക്കായിരുന്നു. അയ്യോ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നത്. നിനക്കെന്തോ കുഴപ്പമുണ്ട്? നിൻ്റെ കൂടെ ദൈവമില്ല. ദൈവം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഇരിക്കത്തില്ല. അയ്യോ പാവം ഞാൻ മാത്രം. സ്തോത്രം, ജീവിച്ച് കാണിക്കുക. ദൈവത്തിന് വേണ്ടി നേരെ നിന്ന് കാണിക്കുക. ആരും വേണ്ട, ഒരുവനും വേണ്ട, ഒരുത്തിയും വേണ്ട. എൻ്റെ ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് മാറിയിരിക്കുക. എൻ്റെ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റാഗ്നൻ്റ് അല്ല. ദൈവം ഉണ്ടെങ്കിൽ ഐ വിൽ ബി എ മിറക്കിൾ ഇൻ ദ മിറർ. എനിക്ക് പോലും ഞാൻ ഒരു അത്ഭുതമായിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും പറയത്തില്ല ആ ചേച്ചിയാണ് വിളമ്പിയത്, മറ്റേ ചേട്ടനാണ് തന്നത്, മറ്റേ അച്ചാച്ചനാണ് തന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി. നോ 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 നോ. നിങ്ങൾ പറയും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടന്നു. ഓ ഖമാൻ, ആരോടാ പറയുന്നത്? എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ. കരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സോ ആരാധനയെക്കുറിച്ച് കേട്ടിരിക്കല്ലേ. ഇത് ആരാധനയെക്കുറിച്ച് കേൾക്കേണ്ട ദിവസങ്ങളല്ല, ഇത് ആരാധിക്കേണ്ട ദിവസങ്ങളാണ്. ഇത് ആരാധനയുടെ ജീവിതമാണ്. ജീവിതമേ ആരാധനയാണ്. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞേ, ജീവിതമേ ആരാധനയാണ്. ഒരിക്കൽ കൂടെ, ജീവിതമേ ആരാധനയാണ്. ജീവിതമേ ആരാധനയാണ്. വായ് എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജീവിതമേ ആരാധനയെന്ന് ഞാൻ പറയുന്നത്? നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. കൊരിന്ത്യ പട്ടണത്തിലുള്ള കൊരിന്ത്യ സഭയെ നോക്കിയാണ് പൗലോസ് പറഞ്ഞത്. കാരണം സ്തോത്രം, ഒരു ഗ്രീക്ക് ദൈവത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആലയം സ്തോത്രം കൊരിന്തിലുണ്ടായിരുന്നു. അർത്തിമിസ് അല്ല മറ്റൊരു ദൈവം. അന്യ ദൈവങ്ങളുടെ നാമം നാവിലെടുക്കരുത് എന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ ആലയം നാഷണലി ഇൻ്റർനാഷണലി അന്ന് പ്രസിദ്ധമായിരുന്നു. എന്നാൽ പൗലോസ് എന്ന ദൈവത്തിൻ്റെ ദാസൻ എഫെസോസിൽ പോയപ്പോൾ സംഭവിച്ച എക്സാക്ട്ലി സെയിം കാര്യം തന്നെ കൊരിന്തിൽ സംഭവിച്ചു. കൊരിന്തിൽ സംഭവിച്ചപ്പോൾ പൂട്ടേണ്ട മറ്റേ ആലയം അങ്ങ് പൂട്ടി, തുറക്കേണ്ട ഇപ്പുറത്തെ ആലയം അങ്ങ് തുറന്നു. യേശുവിൻ നാമത്തിൽ സഹോദരന്മാരെ കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ പറയട്ടെ. ആരാധിക്കേണ്ട ക്രമത്തിൽ ആരാധിച്ച്, ശുശ്രൂഷിക്കേണ്ട ക്രമത്തിൽ ശുശ്രൂഷിച്ച്, ജീവിക്കേണ്ട ക്രമത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ദാഗോന്റെ വിഗ്രഹത്തിന് ഒരിക്കലും ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുൻപിൽ നിൽപ്പാൻ കഴിയത്തില്ല. അപ്പുറത്തെ കെട്ടിനും ഇപ്പുറത്തെ മഹത്വത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. അപ്പുറത്തെ ബന്ധനത്തിനും ഇപ്പുറത്തെ പോരാട്ടത്തിനും ഇവിടെ ആ ദൈവസ്ഥാനം. നോ 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 നോ. നീ അവിടെ ഉണ്ടായിരിക്കും. കെട്ടുള്ളതുപോലെ നീ അറിയത്തില്ല. നിന്നിലുള്ള തീയിലത് ഉരുകിപ്പോകും.
ഹല്ലേലൂയ. പക്ഷെ നോക്കുമ്പോൾ ഞാനൊരു ബേബി ക്രിസ്ത്യനായിരിക്കും ഇങ്ങനെ യാത്ര ചെയ്യുക. നോക്കുമ്പോഴേക്കും ഒരു മന്ത്രവാദി ഇരിക്കുക. അദ്ദേഹത്തിൻ്റെ വേഷവും അദ്ദേഹത്തിൻ്റെ ഭൂഷാദിയും മറ്റു കാര്യങ്ങൾ വിവരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ എൻ്റെ തിരുവനന്തപുരം ബുദ്ധി പറഞ്ഞു സീറ്റ് മാറിയിരിക്കുക. പെട്ടെന്ന് എനിക്കിങ്ങനെ അന്ന് ഒരു വാക്യം ഓർമ്മ വന്നു, നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ ഞാനിങ്ങനെ വിശാൻ്റെ അടുത്ത് പറഞ്ഞു നീ മാറിയിരിക്കുന്ന പറഞ്ഞു. ഞാൻ മാറുന്നില്ല, വേണമെങ്കിൽ അവൻ മാറട്ടെ. അല്പം കഴിഞ്ഞപ്പോൾ പുള്ളി ചൊറിയാൻ തുടങ്ങി. ദേഹം മുഴുവൻ ചൊറിഞ്ഞു. കൂടെ എന്നെ നോക്കും വീണ്ടും ചൊറിയാം. സ്തോത്രം. കൂടെ നോക്കും വീണ്ടും ചൊറിയാം. അവസാനം അയാളെ മാറിയിരുന്നോ? നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങളല്ല വീട് മാറേണ്ടത്. നിനക്കതിരെ കൂടോത്രം ചെയ്യുന്ന വല്ല അയൽവാസി ഉണ്ടെങ്കിൽ അവൻ മാറണം, അയാൾ മാറണം. സ്തോത്രം. അയ്യോ ഇവിടെ വീട് വെക്കണ്ടായിരുന്നു കേട്ടോ, ഇവിടെ പോരാട്ടമുള്ള സ്ഥലമാണ്, ഇവിടെ പോരാട്ടമുള്ള സ്ഥലമൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ വീട് വെക്കത്തില്ലായിരുന്നു. നിനക്കറിയത്തില്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് അറിയാം. നിൻ്റെ മസിൽ കുറച്ചുകൂടെ ബലപ്പെടുത്താനായി, നിൻ്റെ വിശ്വാസത്തിൻ്റെ മസിൽ കുറച്ചുകൂടെ ബലപ്പെടുത്താനായി സ്തോത്രം ദൈവം ഒരു അഭ്യാസം നൽകിയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ നീ അങ്ങ് ബലപ്പെടുമ്പോൾ പിന്നെ ശത്രുവിനെ നീ നോക്കം കാണുകയില്ല. ശത്രുവിനെ കാണുകയില്ല. അവൻ നിന്ന സ്ഥലം പോലും അറിയത്തില്ല. പക്ഷെ നീ അവിടെ തന്നെ ഉണ്ടായിരിക്കുക. കാര്യമുണ്ട്, നീ ആരാധിക്കുന്ന ദൈവം സ്റ്റേബിളാണ്. ദൈവം സ്വർഗത്തിൽ വാസിക്കുന്നു. ദൈവത്തെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ പോരാട്ടത്തിലല്ല ജീവിക്കുന്നത്. പോരാട്ടം വരാം, പോരാട്ടം ഉണ്ടായിരിക്കാം, പക്ഷെ അവൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലായിരിക്കും. കമാണ് വേണ്ടേ മക്കളെ? പ്രശ്നത്തിലല്ല ജീവിക്കേണ്ടത്, സ്വസ്ഥതയിലാണ് ജീവിക്കേണ്ടത്. ശീലോവിൽ കൂടാരം നിവർത്തി. യോശുവയുടെ പുസ്തകം പറയുക, യോശുവയുടെ പുസ്തകം വീട്ടിൽ ചെന്ന് വായിച്ചു നോക്ക്. സ്തോത്രം. ശീലോവിൽ കൂടാരം നിവർത്തി. സ്തോത്രം. ദേശത്തിന് സ്വസ്ഥത വന്നു. ശീലോവിൽ കൂടാരം നിവർത്തി, ദേശത്തിന് സ്വസ്ഥത വന്നു. വെളിപ്പാടിൽ സ്തോത്രം ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൽ ബലപ്പെടും. നീ പ്രോബ്ലത്തിലല്ല ജീവിക്കേണ്ടത്, നീ സ്വസ്ഥതയിലാണ് ജീവിക്കുന്നത്. യഥാർത്ഥ ആരാധനയിൽ ജീവിക്കുന്നവന് പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷേ സ്തോത്രം കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തിൻ്റെ നടുവിലെ അപ്പം മുറിച്ച് സ്തോത്രം മറ്റുള്ളവർക്ക് കൊടുത്ത് സ്വസ്ഥതയോടെ അതെ വാങ്ങി ഭക്ഷിപ്പൻ, ധൈര്യമായിരിക്കെ എന്ന് പറയുന്നതായ സ്വസ്ഥത. ഹല്ലേലൂയ. ആര് പോയി? ഈശാനമൂലൻ പോയി. പൗലോസ് നിന്ന് ബലപ്പെട്ട് റോമിൽ പോയി. സ്തോത്രം. എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. ആരാധന എവിടെയുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. ആരാധന എവിടെയുണ്ടോ അവിടെ സ്വസ്ഥതയുണ്ട്. ആരാധനകൾ ദാവീദിൻ്റെ കൂടാരം നിങ്ങൾ വായിക്കുമ്പോൾ ആ ദാവീദിൻ്റെ കൂടാരത്തിൽ ഉയർന്നതായ 14 ശബ്ദങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ കാണുവാൻ കൊണ്ട് കഴിയും. 14 ശബ്ദങ്ങൾ. ഉഴപ്പിയിരുന്ന ആരാണ്ട് പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ ചോദിച്ചു, 14 അല്ലേ? 14 എന്തോ എൻ്റെ ശബ്ദമാണ്? 14 എന്തോ എൻ്റെ അർത്ഥമാണ്? പറഞ്ഞാട്ടെ. 14 14 14 അർത്ഥം എന്താ? 14 സാൽവേഷൻ, ഡെലിവറൻസ്. സ്തോത്രം. രക്ഷ അല്ലെങ്കിൽ വിടുതൽ. സ്തോത്രം. ഏതെങ്കിലും വീട്ടിൽ 14 എന്നൊരു സംഖ്യ ഉണ്ടെങ്കിൽ സ്തോത്രം പറയണം. നല്ല വീട്, രക്ഷയുടെ സംഖ്യയാണ് 14. ഏതെങ്കിലും വണ്ടിക്ക് 14 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നല്ല കാര്യം. സ്തോത്രം. അതെ, 14 എന്ന് പറയുന്നത് രക്ഷയുടെ സംഖ്യയാണ്, അത് വിടുതലിൻ്റെ സംഖ്യയാണ്. ആരെങ്കിലും ഫ്ലാറ്റിൽ താമസിക്കുന്നെങ്കിൽ 14ാമത്തെ നിലയിലെ ഫ്ലാറ്റ് എടുക്കുന്നെങ്കിൽ നല്ല കാര്യമാണ്. 14ാമത്തെ നില സ്തോത്രം എന്താണ്? അതെ, 14 രക്ഷയാണ്. 14 സ്തോത്രം അതെ വിടുതലാണ്. 14 നിലയുള്ള വീട് വെക്കണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ എന്നെ തന്നെ ഹൗസ് വാമിങ്ങിന് വേണ്ടി വിളിക്കാൻ മറന്നു പോകലെന്നും കൂടെ ഓർപ്പിക്കുന്നു. ഗുഡ്. 14 സ്തോത്രം രക്ഷയുടെ സംഖ്യയാണ്, വിടുതലിൻ്റെ സംഖ്യയാണ്. അങ്ങനെ പറയാൻ കഴിയും. നിസ്സാൻ മാസം 14-ാം തീയതിയാണ് പാസ് ഓവർ ഡേ. നിസ്സാൻ മാസം 14-ാം തീയതിയാണ് പെസഹാ ദിനം. നിസ്സാൻ മാസം യഹൂദൻ്റെ കലണ്ടറിലെ 1-ാമത്തെ മാസമായ നിസ്സാൻ മാസം 14-ാം തീയതിയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട എല്ലാവരും, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന 14 ശബ്ദങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നു. മഹത്വം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽപ്പാൻ നിങ്ങൾ അറിയാതിരിക്കാം 14 ശബ്ദങ്ങൾ നിങ്ങളുടെ ദൈവകൃപയാൽ സ്വർഗം പ്രതീക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്പർ 1 സിംഗേഴ്സ്. സ്തോത്രം. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടുന്നു. 1 ദൈവത്തിന് പാടുന്നു. അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുക്കണം. 14 കാര്യം. 1 പാടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 40:3 അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തരുന്നു. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തരുന്നു. 1 തിരുവൃത്താന്തം 15:16. 1 തിരുവൃത്താന്തം 15:16. 1 തിരുവൃത്താന്തം 25:1 മുതൽ 7 വരെ.
1 ദിനവൃത്താന്തം 25 1 മുതൽ 7 വരെ, 1 ദിനവൃത്താന്തം 6. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി പിന്നത്തേത് വായിക്കണം. അവിടെ നിങ്ങൾക്ക് സിംഗേഴ്സ്, സ്തോത്രം പാടുവാൻ വേണ്ടി ദാവീദ് ഒരു 4000 പേരെ, am I right സുഹൃത്തെ? സ്തോത്രം 4000 പേരെ ദാവീദ് അവിടെ നിയമിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. 4000 പാട്ടുകാർ. തിരുവനന്തപുരത്ത് 4000 പേർ ഒരുമിച്ച് നിന്ന് പാടിയാൽ എങ്ങനെയിരിക്കും? ആർക്കും വേണ്ടേ? ഒരാൾ മാത്രം ആമേൻ പറഞ്ഞു. 4000 പാട്ടുകാർ. എല്ലാവരും പറഞ്ഞാട്ടെ, എത്ര പാട്ടുകാർ? 4000 പാട്ടുകാർ. 4000 പാട്ടുകാർ ഒരുമിച്ച് വന്ന് പാടുകയല്ല, ഗണം ഗണമായി 24 മണിക്കൂർ വേർതിരിച്ച് അവർ ഗണം ഗണമായി പാടുകയാണ്. നല്ല എത്ര പേർ കേട്ടിട്ടുണ്ട് ആരോഹണ ഗീതം? കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. അവരോഹണ ഗീതം എന്ന് കേട്ടിട്ടുള്ള കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ആരോഹണ ഗീതം, ദാറ്റ് മീൻസ് ഒരു പുതിയ ഷിഫ്റ്റ് ബൈ ഷിഫ്റ്റായി പാടാൻ 4000 പേരുണ്ട്. ഒരു ഷിഫ്റ്റുകാർ ഇറങ്ങാൻ നേരമാകുമ്പോൾ അടുത്ത ഷിഫ്റ്റ് അവരോഹണമായി കയറി വരികയാണ് ആ കുന്നിലേക്ക്, ആ മലയിലേക്ക്. ആ മലയുടെ പേര് മോരിയ മല എന്നാണ്. മോരിയ മല. ദാവീദ് അബ്രഹാം ഇസഹാക്കുമായി യാഗം കഴിക്കാൻ കയറിപ്പോയില്ലേ? 3-ാമത്തെ ദിവസം കണ്ടു എന്ന് പറയുന്ന ഒരു മലയുണ്ടല്ലോ, ആ മലയുടെ പേരാണ് സ്തോത്രം മോരിയ മല. 500 വർഷം കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയാക്കുന്നതായ യഹൂദന്മാർ ഇതാ പാട്ടം പാടി കയറി വരികയാണ്. ഹേ അബ്രഹാമേ, നീ ഒരു ചെറുക്കനെയും പിടിച്ചാണ് കയറി വരുന്നത്. എടാ പപ്പ അബ്രഹാമേ, അപ്പനാകുന്ന അബ്രഹാമേ, പിതാവാകുന്ന അബ്രഹാമേ, ഞെരുക്കത്തിനും വെല്ലുവിളിയിലും ബുദ്ധിമുട്ടിലും കണ്ണുനീരിലും ഇത് ചാരമാകുമോ, കൂടെ നടക്കുന്ന യവൻ ചാരമാകുമോ എന്ന് വിചാരിച്ച് ഞെരുക്കത്തിൽ ഇന്ന് നീ ദൈവത്തെ ആരാധിക്കാൻ വരുന്നെങ്കിൽ അടുത്ത തലമുറയിൽ ഭയങ്കരമായ വർദ്ധനവ് തരുവാൻ കഴിവുള്ളവനാണ് ദൈവം. ത്യാഗത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ആൾക്കാർ അടുത്തതാ പാട്ടും പാടി അവരോഹണ ഗീതം പാടി വരികയാണ്. അവർ കടന്നു വരുമ്പോൾ സ്തോത്രം ഓൾറെഡി അവിടെ നിന്ന് പാടുന്നവർ അവർ ഇറങ്ങിപ്പോകുന്നു, വരുന്നവർ അടുത്ത പാട്ട് പാടുന്നു, അവർ ചുറ്റും നിൽക്കുന്നു. എന്നിട്ട് ആദ്യം അവിടെ നിന്നവർ താഴേക്ക് ഇറങ്ങിപ്പോകുന്നതായ പാട്ടാണ് അവരോഹണ ഗീതം. താഴേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവരോഹണ ഗീതം. സ്തോത്രം. നമ്പർ 1, ഒന്നാമത് നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതാണ് ഗാനങ്ങൾ. പാടണം. സ്തോത്രം. നിങ്ങളുടെ ചിലരുടെ പാട്ട് ശബ്ദം മോശമായിരിക്കാം. ഈ CSI മാർത്തോമ തുടങ്ങിയ സഭകളിലൊക്കെ ജനിച്ച് വളർത്തപ്പെട്ടതായ ആൾക്കാർക്ക് പാടുവാൻ ഒരുവിധം നല്ല ഒരു ടാലൻ്റ് ഉണ്ടായിരിക്കും. കാരണം സ്തോത്രം, ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് കൊയർ എന്ന് പറയുന്നത്. സായിപ്പന്മാർ സ്തോത്രം അതേ വന്ന് 4 പാർട്സും ഹാർമണിയും ബേസും ഓൾട്ടോയും സുപ്രാനോയും ഒരെണ്ണം ഞാൻ വിട്ടു, സ്തോത്രം, ടെനറും ഒക്കെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ, ടെനറ്, സുപ്രാനോ, ഓൾട്ടോ, ബേസ് ഒക്കെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അതെല്ലാം ചെറിയ പ്രായത്തിലെ പിള്ളേരെ സൺഡേ സ്കൂൾ ടൈമിലെ ഈ കുഞ്ഞു പ്രായത്തിലെ ഇവരിങ്ങനെ പാടി വരുമ്പോൾ അവർക്ക് നല്ല പാട്ടുകാരാകുവാൻ തൊക്കെ കഴിയും. അവർ വളരെ നന്നായി പാട്സും നല്ല ഗാനങ്ങളും ഒക്കെ പാടും. പക്ഷേ മറ്റ് അന്യമതങ്ങളിൽ നിന്നും മറ്റ് ട്രഡീഷണൽ ഫെയ്ത്തിലൊക്കെ കയറി വരുന്ന അവർക്കൊന്നും പാടാൻ അറിയത്തില്ല, അത്ര പാടത്തില്ല. പക്ഷേ നമ്മളെ ക്രൈസ്റ്റ് സെൻ്ററിലുള്ളതായ ചില സഹോദരങ്ങൾ അവർക്ക് ഈ ആംഗ്ലിക്കൻ കൊയറും ഹാർമണിയൊന്നും കിട്ടിയിട്ടില്ല. അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ തന്നെ അറിയാതെ അങ്ങ് പാട്ടെടുത്തിടും. ഏതെങ്കിലും പാട്ട് പാടിയിട്ട് 2 ലൈൻ പാടിയിട്ട് ഞാൻ ചുമ്മാ ഇരിക്കും. എന്തിനെന്നറിയോ? ഇവർ പാടുന്ന കേൾക്കാൻ. ഞാൻ വളരെ പുസ്തകന്മാരോട് ചേർത്ത് വെച്ച് പറയട്ടെ ദൈവമക്കളെ. പക്ഷെ ആ പാട്ട് കേട്ട് ഞാൻ കരയും, ഭയങ്കരമായിട്ട് കരയും. കാരണം അവർ വേറെ ഇടങ്ങളിൽ പോയി വേറെ എന്തൊക്കെയോ പാട്ട് പാടിയവരാണ്. ഇപ്പോൾ കർത്താപ്പച്ചനെ പാടി സ്തുതിക്കുന്നു. അവരെ പാടുന്നതിന് ഒരു ട്യൂണുമില്ല, അവർ പാടുന്നതിന് അവരെ രാഗമില്ല, താളമില്ല. പക്ഷെ കർത്താവിന് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. മോശ വിക്കനായിരുന്നു. 40 വയസ്സ് വരെ കൊട്ടാരത്തിൽ ജീവിച്ചു. വിക്കനായിരുന്നത് കൊണ്ട് പലരും അവനോട് സംസാരിക്കാൻ വന്നു കാണത്തില്ല. പുള്ളി ഭയങ്കര ബുദ്ധിമാനാണ്. മിസ്രൈമിലെ സകല ജ്ഞാനത്തിലും പുള്ളി ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ ആൾക്കാർ അവനോട് നിന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചില്ല. കാരണം വിക്കനോട് സംസാരിച്ചാൽ രാവിലെ പുള്ളി എന്തെങ്കിലും പറയാൻ തുടങ്ങി ഉച്ചയ്ക്ക് ശേഷമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ പുള്ളി സ്തോത്രം മരുഭൂമിയിലാണ്. പിന്നെ ഒരു 40 വർഷമായിരുന്നു. പണ്ടേ ബലഹീനത, ഇപ്പോൾ ഗർഭിണിയും എന്ന ആരാണ്ടെ കുറിച്ച് സ്തോത്രം ആരാണ്ട് പറഞ്ഞ. നേരത്തെ വിക്കൻ
ഇപ്പോൾ വന്നിട്ട് ഏകാന്തതയിലുമായി, മനുഷ്യരാരും സംസാരിക്കാനില്ല. പക്ഷെ പിന്നത്തെ 40 വർഷത്തിൽ കർത്താവ് പറഞ്ഞു, നിന്നോട് ആരും സംസാരിച്ചില്ല, വാ ഞാൻ നിന്നോട് സംസാരിക്കട്ടെ. മനസ്സിലായോ? അപ്പോൾ ദൈവം പിന്നെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. സോ ഇതുപോലെയാണ് നിങ്ങളുടെ പാട്ട്. ദൈവകൃപയാൽ ധൈര്യമായി പാടിയാട്ടെ. 13 കാര്യം എനിക്ക് പറഞ്ഞു വിടണം പെട്ടെന്ന്, 13 മിനിറ്റ് കൊണ്ട്. നമ്പർ 1 പാട്ട്. നമ്പർ 2 മ്യൂസിക്. നമ്പർ 2 മ്യൂസിക്, സംഗീതം. എല്ലാ വീടുകളിലും സംഗീത ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. എല്ലാ വീടുകളിലും സംഗീത ഉപകരണം ഉണ്ടായിരിക്കണം. ഈ കുട്ടികളെ നോക്കി എല്ലാ പാരൻസും സ്തോത്രം. അതേ നോക്കിയേ, വെക്കേഷൻ കഴിഞ്ഞു, സ്കൂൾ തുറന്നു, പക്ഷേ എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് എങ്കിലും സ്തോത്രം അതേ നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ പഠിപ്പിച്ചിരിക്കണം. എൻ്റെ മമ്മി എനിക്ക് സ്തോത്രം ഹാർമോണിയം പഠിപ്പിക്കുമായിരുന്നു. എന്നെ ഹാർമോണിയം പഠിപ്പിച്ച ഒരു സഹോദരനോടാണ്, ജേക്കബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യുനോയും മലയങ്കീഴുള്ള ജേക്കബ്. അദ്ദേഹത്തിൻ്റെ പിള്ളേരെ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ 3rd സർവീസിന് കയറി വരിക. നമ്മുടെ മെമ്പേഴ്സാണ് അവർ. സ്തോത്രം. അവർ പറഞ്ഞു, ഞങ്ങളെ മനസ്സിലായോ അങ്കിളിന് അറിയത്തില്ല. അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ മലയങ്കീഴ് ജേക്കബിൻ്റെ മക്കൾ. റിയലി? കാരണം പുള്ളി നമ്മളെ പഠിപ്പിച്ച സസാരി സഹാരി സരിക രീക ബാക്കി എന്നെ കൊണ്ട് പാടിപ്പിക്കല്ലേ. സ്തോത്രം. അപ്പോൾ നോക്ക്, ഏതെങ്കിലും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കണം. നിങ്ങളുടെ പിള്ളേർക്ക് പ്ലേ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാരണം സംഗീതം ലൂസിഫറിൻ്റെ വകയല്ല, സംഗീതം ദൈവത്തിൻ്റെ വകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇല്ല, കുറച്ച് പ്രായം കൂടിയെന്ന് പറഞ്ഞും പഠിക്കാതിരിക്കല്ലേ. നിങ്ങൾക്ക് 67, 65, 60 പെൻഷൻ പറ്റിയവരോ ഒക്കെ ആയിരിക്കാം. നോ പ്രോബ്ലം, ഗോ അഹെഡ്. സ്തോത്രം. അതെ, ദയവായി ഇനിയെങ്കിലും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് സ്തോത്രം മേടിച്ച് പഠിക്കണം. കാരണം സംഗീതം ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. ഒന്ന് ചിരിച്ചേ എല്ലാവരും ചിരിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്പർ 2, രണ്ടാമത് സംഗീതം. സ്തോത്രം, സംഗീതം. നമ്പർ 3, മൂന്നാമത് 1 Timothy 16:4 നമുക്ക് വായിക്കാം. 1 Timothy 14:4. അവൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. അതിൽ ഒരു പദം ഇതാണ്, താങ്ക് ആൻഡ് പ്രൈസ് ദ ലോർഡ്. താങ്ക് ആൻഡ് പ്രൈസ് ദ ലോർഡ്. അതിൽ സ്തോത്രം, താങ്ക്സ് ഗിവിങ് എന്ന പദമാണ് ഞാനതിൽ പറയുന്നത്. നന്ദി പറയണം, നന്ദി പറയണം. ആർക്ക്? ദൈവത്തിന് നന്ദി പറയണം. എല്ലാവരും പറഞ്ഞിട്ട് എന്തോ പറയണം? നന്ദി പറയണം. പാടുന്നു, സംഗീതം പുറപ്പെടുവിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ ദൈവമക്കൾ പറഞ്ഞാട്ടെ, ഈ നന്ദി പറയുന്നത് പിന്നോട്ട് നോക്കിയാണോ മുന്നോട്ട് നോക്കിയാണോ? ജീവിതത്തിൻ്റെ പിന്നോട്ട് നോക്കിയാണോ നന്ദി പറയുന്നത്? ജീവിതത്തിൻ്റെ മുന്നോട്ട് നോക്കിയാണോ നന്ദി പറയുന്നത്? പിന്നോട്ട് നോക്കി. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളോർത്താൽ അതിൻ്റെ പേരാണ് നന്ദി. ദൈവം നമ്മെ നടത്തി. കഴിഞ്ഞ കാലങ്ങൾ മേടുകളുണ്ടായിരുന്നു, കാടുകളുണ്ടായിരുന്നു, താഴ്വരകളുണ്ടായിരുന്നു, ദുഷ്ടമൃഗങ്ങൾ ആ പ്രദേശങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ കടിച്ചു കീറിപ്പോകാതെ, പറിച്ചു കീറിപ്പോകാതെ രോഗങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും അനർത്ഥങ്ങളും അപകടങ്ങളും ഈവൻ മരണത്തിൽ നിന്ന് പോലും വിടുവിച്ച് ദൈവം നമ്മെ നടത്തിയെങ്കിൽ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കും. ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കും. ഈ ദൈവത്തിന് നന്ദിയുള്ളവർ ആണെങ്കിൽ അവരെ കണ്ടാൽ അറിയാം. ഒരിക്കൽ കൂടെ അടുത്ത് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റാണ്, പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന് നന്ദിയുള്ളവരാണെങ്കിൽ ദൈവ മക്കളോട് നന്ദിയുള്ളവരായിരിക്കുക. ഹലോ, ദൈവത്തിന് നന്ദിയുള്ളവരാണെങ്കിൽ പറ, ദൈവ മക്കളോടും നന്ദിയുള്ളവരായിരിക്കും. സ്തോത്രം. ദൈവ മക്കളോടും നന്ദിയുള്ളവരായിരിക്കും. അവരുടെ തല ഉയർത്തി എന്നല്ല, അവരും ദൈവകൃപയാൽ വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ആയിരിക്കും ജീവിക്കുന്നത്. നമ്മൾ ആരൊക്കെയോ നമുക്ക് ചോറ് വിളമ്പി, ആരൊക്കെയോ നമ്മളെ സഹായിച്ചു, ആരൊക്കെയോ നമുക്ക് കൈത്താങ്ങൽ നൽകി, ആരൊക്കെയോ നമ്മെ സംരക്ഷിച്ചു. ഞായറാഴ്ച നമ്മൾ ബാക്കി കേൾക്കും. സ്തോത്രം. സോ ദൈവം 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 ആരൊക്കെയോ നമുക്ക് വേണ്ടി ഒരുക്കിയത് കൊണ്ടാണ് ദൈവം ഇങ്ങനെ സ്തോത്രം നമ്മെ പരിപാലിച്ച് നടത്തുന്നത്. അല്ലാതെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് 3 നേരം സ്തോത്രം പോസ്റ്റ്മാൻ വരുന്നത് പോലെ ദൂതൻ വന്നല്ല നമുക്ക് വേണ്ടി പലതും ചെയ്തത്. ദൈവം പല മക്കളെ, പല വ്യക്തികളെ നമ്മുടെ ലൈഫിലേക്ക് നടത്തി. ആമേൻ, റൈറ്റ്? സ്തോത്രം. അവർക്കൊക്കെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. എന്താ മിണ്ടാതിരിക്കുന്നത്? കമാൻ, ഹല്ലേലൂയ. സ്തോത്രം. അതെ, അതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരാണെങ്കിൽ ദൈവ മക്കളോടും നന്ദിയുള്ളവരായിരിക്കും. അടുത്ത ലെവലിലേക്ക് പലരും വളരാതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കൽ കൂടെ, അടുത്ത ലെവലിലേക്ക് പലരും വളരാതെ പലരും മുരടിച്ചു പോയ കാര്യം ദൈവത്തിന് നന്ദി ഇല്ലാത്തവരായതുകൊണ്ടാണ്.
ഞാൻ പ്രതീക്ഷിച്ച മൗനത തന്നെയാണ്. സ്തോത്രം. അടുത്ത ലെവലിലേക്ക് പല കുടുംബങ്ങൾ, വ്യക്തികൾ വളരാത്തത് സ്തോത്രം ദൈവത്തോടും ദൈവ മക്കളോടും നന്ദിയില്ലാത്തവരായതുകൊണ്ടാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രൂൺ ചെയ്യുകയാണ്. കർത്താവ് പ്രൂൺ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ സ്തോത്രം അതെ മുന്തിരി വള്ളിയെ ചെത്തി വെടിപ്പാക്കുകയാണ്. എന്തിനാണ് ചെത്തി വെടിപ്പാക്കുന്നത്? അടുത്ത ലെവലിലേക്ക് വളർന്ന് വീണ്ടും ഇതുവരെ ഇല്ലാത്ത പുതിയൊരു ഫലം കായ്പാണ്. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഓ റഹോ ഷഹലമനഹസിനിയാഷ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആരൊക്കെ പ്രൂൺ ചെയ്യുന്ന പുതിയ ഫലങ്ങൾക്കായി, പുതിയ കാര്യാദികൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരുക്കുകയാണ്. ഇത് ഒരിക്കലും മറക്കല്ല. ഈ ബൈബിൾ സ്റ്റഡിയുടെ ഈ പോയിന്റ് ആരൊക്കെ ദൈവം പ്രൂൺ ചെയ്യുന്നു. സ്വദേശത്തും വിദേശത്തും മക്കളെ നോക്കി പറയണം. അങ്കിൾ പറഞ്ഞു, അങ്കിളുടെ കർത്താവ് പറഞ്ഞു സ്തോത്രം അതെ നമ്മളെ ദൈവം പ്രൂൺ ചെയ്യുന്നു. എന്തിനാണ് ദൈവം ചെത്തി വെടിപ്പാക്കുന്നത്? അടുത്ത കൊയ്ത്തിന് വേണ്ടി ദൈവം നമ്മെ ഒരുക്കുകയാണ്. ഓ നിങ്ങൾക്ക് വേണ്ട ഞാൻ എടുത്തോളെ. അടുത്ത കൊയ്ത്തിന് വേണ്ടി ദൈവം ഇന്നേ ഒരുക്കുകയാണ്. ഭാവിയിൽ നിങ്ങൾക്കൊരു കൊയ്ത്തുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കുകയാണ്. അതിനു വേണ്ടി ദൈവത്തിന് നമ്മൾ പ്രാപിച്ചതിന് നന്ദി പറയണം. ക്രൈസൻ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഈ കോവിഡ് കാലത്ത് ബ്രദർ സുരേഷ് ബാബു ശുശ്രൂഷയിൽ പോലും കാണത്തില്ലായിരുന്നു. റിയലി ഈ പ്ലാറ്റ്ഫോം ഇല്ലായെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? പിന്നെ ഒതുങ്ങിപ്പോകത്തില്ലയോ? പലരും മുരടിച്ചതുപോലെ നമ്മൾ മുരടിച്ചു പോകത്തില്ലയോ? അപ്പോൾ കർത്താവ് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹം, ഭയങ്കര ഒരു സമ്പത്താണ്. കണ്ട ഒരാൾ മാത്രം ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. ഒരിക്കൽ കൂടെ. അപ്പോൾ കർത്താവ് കഴിഞ്ഞാൽ ദൈവ മക്കളോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഒന്നുമില്ലെങ്കിൽ ഈ ബുധനാഴ്ച വന്ന് ഇത്രയും നേരം ഇരിക്കുന്നല്ലോ. കമോൺ. ഓ കൈയടിക്കുന്നേ നന്നായി കൈയടിക്കുക. യെസ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറ. നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞാട്ടെ. അടുത്തല്ലെങ്കിൽ മുന്നിലും പിന്നിലും ഉള്ള ആരെയിലൊക്കെ നോക്കി പറ. നമ്മളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? സ്തോത്രം. ഈ തലമുറയിൽ മുഴുവൻ ദൈവം തരുന്ന അവസാന ശ്വാസം വരെ പരസ്പരം നോക്കി താങ്ക്സ് കേട്ടോ, നല്ലത് കേട്ടോ, കണ്ടതിൽ സന്തോഷം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കാനും തലകുലുക്കാനും ഒക്കെ നമുക്ക് കഴിയണം. കാരണം ദൈവം ഇത് മറ്റേ സ്റ്റീൽ കൊണ്ടല്ല ഈ കഴുത്തിൻ്റെ ഈ ഇതുണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായി? സ്റ്റീലല്ല. ചിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഭിലായ് സ്റ്റീൽ പ്ലാന്റിൽ നിന്നാണോ ഈ സാധനം ഇറങ്ങി വന്നതിന്. കാരണം തലയൊന്നും കുലിക്കുക. നോ അങ്ങനെയല്ല. നമ്മൾ പരസ്പരം നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നന്ദി വേണം. അനുഭവിക്കുന്ന കാര്യാദികൾക്ക് നന്ദി വേണം. സ്തോത്രം. ചിലർ ജീവിക്കുന്നത് ചോറ് ഇവിടെയും കൂറ് വേറെ ഉള്ളിടത്തുമാണ്. ഓക്കെ, അത് നമുക്ക് കർത്താവിന് കൊടുത്ത് ജീവിക്കാം. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകാം. ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. സ്തോത്രം. താങ്ക്സ് ഗിവിങ്. നമ്പർ 4 പ്രൈസ്. ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. സ്തുതിക്കുന്നവർ. 1 തിമോഥെയോസ് 16:9 സ്തുതിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. സ്തുതിക്കുന്നവരായിരിക്കണം. അവന് പാടി കീർത്തനം ചെയ്യുവിൻ, അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും വർണ്ണിപ്പിൻ. അവിടെ സ്തുതി എന്ന പദമാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ്. 16:4 മോനെ. 16:4 1 തിമോഥെയോസ് 16:9 അല്ല, 16:4. യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും പ്രൈസ് വന്ദനവും സ്തോത്രം ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. സ്തുതിയുടെ ശബ്ദം. ഫസ്റ്റ് MK ചാക്കോ എന്ന് കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന ഒരു ദേവദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹിന്ദി വന്നിട്ട് ഉറുദു കലർന്ന ഹിന്ദിയായിരുന്നു. അദ്ദേഹം സ്തോത്രം ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ശുക്രുഹോ എന്ന് പറഞ്ഞാൽ ഉറുദുവാണ്. സ്തുതി. സ്തുതിക്കുന്നവൻ ജ്വലിക്കുന്നവനായിരിക്കും. ജ്വലിക്കുന്നവൻ്റെ മേൽ ഈച്ചയ്ക്ക് വന്നിരിപ്പാൻ കഴിയത്തില്ല. മെഴുകുതിരി കണ്ടിട്ടുണ്ടോ? വിളക്ക് കണ്ടിട്ടുണ്ടോ? അതിൽ ജ്വലനമുണ്ടെങ്കിൽ ഈച്ചയ്ക്ക് വന്നിരിപ്പാൻ കഴിയത്തില്ല. സിമ്പിൾ തിങ്. യേശുവിൻ നാമത്തിൽ ഒരു കെട്ടിനും ഒരു അന്ധകാരത്തിനും വന്നിരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടായിരിക്കണം? സ്തുതി ഉണ്ടായിരുന്നാൽ മതി. ഹല്ലേലൂയ. അപ്പം നാവിൽ എന്തോ ഉണ്ടായിരിക്കണം? സ്തുതി ഉണ്ടായിരിക്കണം. കേട്ടവരെല്ലാം ആമേൻ പറഞ്ഞ് യെസ്, ദൈവത്തെ സ്തുതിക്കണം. നമ്പർ 5 സങ്കീർത്തനങ്ങൾ. 1 തിമോഥെയോസ് 16:9 16 അവന് പാടി കീർത്തനം ചെയ്യുവൻ, അവൻ്റെ അത്ഭുതങ്ങളെ വർണ്ണിപ്പിൻ. സിംഗ് സാംസ്. കീർത്തനങ്ങൾ സ്തോത്രം. കീർത്തനങ്ങൾ അത് എഴുതപ്പെട്ടതായ ദൈവവചനമാണ്. ആം ഐ റൈറ്റ്? എഴുതപ്പെട്ട ദൈവവചനം പാടണം. ഞാനൊരു കാര്യം വളരെ ശക്തമായി നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. അതെ, നമ്മുടെ
വികാരങ്ങളും വിചാരങ്ങളും പാടുമ്പോഴല്ല കർത്താവിൻ്റെ ആത്മാവ് ചലിക്കുന്നത്, വചനം പാടുമ്പോഴാണ് കർത്താവ് ചലിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന ഇതാണ്. ഈ ചെറിയ സെഷനിലും നല്ല നല്ല ഗാനങ്ങൾ എഴുതുന്നവർ ദൈവകൃപയാൽ കടന്നു വരട്ടെ. ദിവ്യൊക്കെ നല്ല എഴുത്തുകാരിയാണ്. ആമേൻ. ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥന ഇതാണ്. ഈ ബൈബിൾ സ്റ്റഡി അനോയിന്റിങ്ങിൽ നിന്ന് പറയുന്നു, യേശുവിൻ നാമത്തിൽ പ്രോസ് മാത്രമല്ല പോയവും കൂടെ എഴുതുവാൻ ഒരു പകർച്ച ഇന്ന് രാത്രി ദൈവകൃപയാൽ കർത്താവ് വെളിപ്പെടുത്തട്ടെ. എല്ലാവരും ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാർ. പ്രോസ് മാത്രമല്ല പോയവും എഴുതുവാൻ, പ്രോസ് മാത്രമല്ല പോയവും എഴുതുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കഴിഞ്ഞ മുൻപിലത്തെ ആഴ്ച ഞാൻ ഹാനോവറിൽ ഒരു ചർച്ചിൽ ആയിരിക്കുമ്പോൾ ജർമ്മൻ ചേർച്ച് അവർ ധാരാളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു എത്ര ഗാനങ്ങൾ എഴുതി. അവരെന്നോട് പറഞ്ഞത് 800-ലധികം ഗാനങ്ങൾ എഴുതി. ജർമ്മനിയിൽ സ്തോത്രം പാടുന്നതായ 800-ലധികം ഗാനങ്ങൾ എഴുതി. ഭയങ്കര രസമാണ്. സ്തോത്രം ഏതൊക്കെയോ അവരുടെ കോൺഫറൻസിന് അല്ലെങ്കിൽ അവരുടെ സെമിനാറിന് ശുശ്രൂഷിക്കുമ്പോൾ സ്തോത്രം ചില ഗാനങ്ങൾ അറിയാതെ ഞാൻ റെക്കോർഡ് ചെയ്തു. അത്ര ഭയങ്കര പ്രസൻസ് ആയിട്ട് അവർ പാടുന്നത്. എന്തോ സിസ്റ്റമാറ്റിക്കായി. മൈക്ക് മാത്രം 25 മൈക്ക് വെച്ചിട്ടുണ്ട്. ആ മൈക്ക് വച്ചിരിക്കുന്നത് തന്നെ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. എൻ്റെ 3 കാല്, ഒന്ന് വടക്കോട്ടും മറ്റത് തെക്കോട്ടും വേറെ പടിഞ്ഞാറോട്ടോ ആയില്ല. പോലീസുകാർ മാർച്ച് ചെയ്ത് നിൽക്കുന്ന പോലെ, ആർമി മാർച്ച് ചെയ്ത് നിൽക്കുന്ന പോലെ സെയിം ഡിറക്ഷനിലാണ്. ഒരു കാല് നേരെയാണെങ്കിൽ മറ്റേ 2 ഓട്ടോമാറ്റിക്. സോ അതിൻ്റെ ഒരു മൈക്രോ മില്ലിമീറ്റർ പോലും അങ്ങോട്ട്. ഞാൻ ചിന്തിച്ചു, കർത്താവേ ദൂതന്മാരാണോ ഈ നിൽക്കുന്ന, മൈക്ക് സ്റ്റാൻഡാണോ നിൽക്കുന്നത്? അത്ര ഡിസിപ്ലിൻ. 800 പാട്ട് വരെ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു ദേവദാസൻ എന്നെ ഡ്രൈവ് ചെയ്ത് ഒരു മാസ് ഗ്രേവ് കാണിക്കാൻ വേണ്ടി, 2ാം ലോക മഹായുദ്ധത്തിൻ്റെ മെമ്മോറിയൽ കാണിക്കാനായി തിങ്കളാഴ്ച ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളിങ്ങനെ തമ്മിൽ സംസാരിക്കാം. പുള്ളി ഒരു അമേസിങ് ആയിട്ടുള്ളൊരു നല്ലൊരു ദിവസം ചർച്ചിൻ്റെ ഒരു എൽഡറാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞു, ഹാവ് യു എവർ ഹേർഡ് ഓഫ് ഫാനി ക്രോസ്ബി? പുള്ളി ഫാനി ക്രോസ്ബിയെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പുള്ളി പറഞ്ഞു, ബ്ലെസ്ഡ് അഷ്വറൻസ് ജീസസ് ഈസ് മാൻ. അപ്പോൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഫേമസ് ഗാനം പാടിയത്. ഞാൻ ചോദിച്ചു അവരെ എത്ര പാട്ട് എഴുതിയെന്നറിയോ? അതെനിക്കറിയത്തില്ല ബ്രദർ. ഞാൻ പറഞ്ഞു 12,000 ഗാനം എഴുതിയേ. അയ്യോ, പുള്ളി പറഞ്ഞു അവിശ്വസിക്കാൻ കഴിയുന്നില്ല, അവിശ്വസനീയം, വിശ്വസിപ്പാൻ കഴിയുന്നില്ല. ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്കത് കഴിയും ദൈവമക്കളെ. നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും അവിശ്വസനീയമായി നിങ്ങളെ ഉപയോഗിപ്പാൻ ദൈവത്തിന് കഴിയും. അവിശ്വസനീയമായി ദൈവം ഉപയോഗിക്കുക. ദൈവം ചലിക്കുമ്പോൾ വിശ്വസനീയമായിട്ടല്ല, ദൈവം ചലിക്കുമ്പോൾ പലപ്പോഴും അവിശ്വസനീയമാണ്. ഏറ്റെടുക്കണം. ആർക്കും വേണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ. ദൈവം നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ അത് അവിശ്വസനീയമായിരിക്കും, അമാനുഷികമായി. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് അതിനായി ഉപയോഗിക്കട്ടെ. കേട്ടവരെല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അതേ തിരുവചനത്തിൽ പറയുന്നു, അവിടെ സാംസ് അവിടെ കീർത്തനങ്ങൾ പാടി. 16:9 വായിക്കുമ്പോൾ അവിടെ റിജോയ്സിങ് ആൻഡ് ജോയ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ജോയ് ബ്രദർ കേട്ടെ, റിജോയ്സിങ് ആൻഡ് ജോയ് 16:9 അവന് പാടി കീർത്തനം ചെയ്യുവൻ, അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും വർണ്ണിപ്പൻ. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുക ടോക്ക് ഓൾ യു ഓഫ് ഓൾ ഹിസ് വണ്ടറസ് വർക്ക് എന്നാണ് പറയുന്നത്. റിജോയ്സിങ്ങിന് സന്തോഷത്തിൻ്റെ കാര്യാദികൾ, സന്തോഷത്തിൻ്റെ പാട്ട്, സന്തോഷത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർത്തുവൻ. സന്തോഷത്തിൻ്റെ പാട്ട്, സന്തോഷത്തിൻ്റെ ശബ്ദം, റിജോയ്സിങ് ആൻഡ് ജോയ്. ദൈവത്തിൻ്റെ അനോയിൻറ്റിങ്ങിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് അവിടെ ലാമെൻറ്റേഷൻ അല്ല വെളിപ്പെടുന്നത്, അവിടെ ജോയ്, അവിടെ സന്തോഷമാണ് വെളിപ്പെടുന്നത്. ദൈവമക്കൾ തിരിച്ചറിയണം. നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, കരഞ്ഞ് ആരാധിക്കുന്നു. യെസ്, ബ്യൂട്ടിഫുൾ, ഗോ അഹെഡ്, നല്ലതാണ്. പക്ഷേ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അയ്യോ പാവ എൻ്റെ തലയിൽ വെള്ളയ്ക്ക വീണേ എന്ന് പറഞ്ഞ് സെൽഫിറ്റിയിലല്ല കരയുന്നത്. ഒന്ന് ആത്മാക്കളുടെ ഭാരമോർത്ത് നമുക്ക് കരയാം, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹമോർത്ത് കരയാം. അല്ലേ? ദൈവ സ്നേഹമോർത്ത് നമ്മൾ കരയ്ക്കുന്നു, ഇല്ലെങ്കിൽ ആൾക്കാരുടെ ഭാരം ഓർത്ത് കരയുന്നു. അല്ലാതെ പാവം ഞാൻ, എനിക്ക് മാത്രം ഗതികേട്, എല്ലാവരും എന്നെ കൈവിട്ട് പാപം. മെലങ്കളി സോങ് അല്ല നിങ്ങൾ പാടേണ്ടത്. മെലങ്കളിയിൽ കർത്താവ് ചലിക്കത്തില്ല. മെലങ്കളി പാടുമ്പോൾ, മെലങ്കളി പറയുമ്പോൾ ആ പഞ്ചായത്തിൽ കർത്താവില്ല. പകരം തിരുവചനം പറയുന്നു ജോയ്. എങ്ങനെ പറയാൻ കഴിയും? 16:11 സങ്കീർത്തനം, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും, അവൻ്റെ വലതുഭാഗത്ത്
എന്നും പ്രമോദം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരിയുടെ അടുത്ത് പ്രാർത്ഥിപ്പാൻ വേണ്ടി ഈ രാജു പൂക്കാല എന്നറിയപ്പെടുന്ന ദൈവദാസൻ എന്നെ തിരുവല്ല കൊണ്ടുപോയി. തിരുവല്ലയിൽ ഞാൻ പ്രസംഗിക്കുക, രാജു പൂക്കാല. അവിടെ ചെന്നപ്പോൾ ഒരു സഹോദരി തളർന്നിങ്ങനെ കിടക്കുക. ആൻറ്റിയുടെ പേരിതാണ്, ഞാൻ ഇപ്പോൾ മറന്നുപോയി. അവരോട് ചോദിച്ചു, ഹാറിയോ, തളർന്ന് കിടക്കുക. പക്ഷേ അവരോട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെയാണ് സന്തോഷത്തോടെ ചിരിച്ചു പറയും, ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാതെ എൻ്റെ യേശു എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ ചോദിച്ചോ, ചോദ്യം ക്യാൻസലായോ? മുഖമടിച്ച് നല്ലൊരു അടിയൊന്നും ഇതുപോലെ ഇരുന്നോ? പാവം ഞാൻ കണ്ട് നീർമാറി വേദനകൾ. Come on, stop it. ജീവിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. അവൻ സന്തോഷത്തിൻ്റെ ഉടമസ്ഥനാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്ക് ഉഷസ്സിനും ആനന്ദ ഘോഷമുണ്ട്. കൊയ്ത്തുകാലത്തെ സന്തോഷത്തെക്കാൾ കൊള്ള പങ്കിടുന്നവർ ആനന്ദത്തെ പോലെ ആനന്ദിപ്പിക്കുന്നവനായ ദൈവം. അവൻ വിലാപങ്ങളെ മാറ്റി വിലാപങ്ങളെ മാറ്റി ഇരട്ടിനെ നീക്കി ഉത്സവ വസ്ത്രം അവനെ ധരിപ്പിക്കുന്നവനാണ്. എല്ലാ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്, സ്തോത്രം, ജീവിതങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. എല്ലാ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് മാറിപ്പോകട്ടെ. ചാക്ക് ശീലകൾ ഇട്ടിരിക്കുന്ന പോലെ അകത്ത് തീയുണ്ട്. പക്ഷെ ആ തീയിൽ ജ്വലിക്കാൻ കഴിയാതെ നിന്റെ മേൽ ഇട്ടിരിക്കുന്ന ദുഷ്ടന്റെ സകല സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഗെറ്റ് ഔട്ട്. ഞാൻ പറയാം, അഭിഷേകത്തിൽ നിങ്ങൾ ജ്വലിക്കണമെങ്കിൽ നിങ്ങൾ ദുഃഖപുത്രന്മാരും ദുഃഖപുത്രിമാരായിട്ടല്ല ജീവിക്കേണ്ടത്. പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, പക്ഷെ അതിൻ്റെ നടുവിൽ ചിരിച്ചിട്ട് വന്ന് പ്രസംഗിച്ചു നോക്ക്. അവിടെ ജനം ചിരിക്കുന്നത് കാണാൻ കഴിയും. ചിരിച്ചിട്ട് വന്ന് പ്രസംഗിച്ചു, ദൈവസന്നിധിയിൽ ഉല്ലസിച്ച്. ഞാൻ പറഞ്ഞാൽ നാട്ടുകാരെ നോക്കി ചിരിക്കുന്ന കാര്യമല്ല, മേലോട്ട് നോക്കി കർത്താവിനെ അപ്പച്ച അങ്ങേ നോക്കി ഒന്ന് ചിരിക്കട്ടെ അപ്പച്ച എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിച്ചിട്ട് വന്ന് സ്തുതിച്ച് എന്ന് വിചാരിച്ച് കരച്ചിൽ കണ്ണുനീരില്ലെന്നല്ല ഞാൻ പറയുന്നത്. അഫ്കോഴ്സ് ആത്മാക്കളോർത്ത് നമ്മൾ കരയുന്നു, ദൈവസ്നേഹത്തോർത്ത് നമ്മൾ കരയുന്നു. അതേ സമയത്ത് യഹോവെങ്കിലെ സന്തോഷം, അതാണ് അതിൻ്റെ രഹസ്യം. നിങ്ങളെ ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷമാണ്. പവർ, ശക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതാണ്. ശക്തി പുറപ്പെട്ട് അവളെ സൗഖ്യമാക്കാൻ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം, ആമേൻ. ശക്തി മറ്റുള്ളവർക്കുള്ളത്, പക്ഷെ ബലം നിങ്ങൾക്കുള്ളത്. ബലം പ്രൈവറ്റാണ്, പവർ നാട്ടുകാർക്കുള്ളതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ളതാണ്. അതുകൊണ്ട് സ്തോത്രം, ദുഃഖപുത്രന്മാരെ വേദനയിലല്ല നിങ്ങൾ വസിക്കേണ്ടത്. നിങ്ങൾ വസിക്കേണ്ടത് സന്തോഷത്തിലാണ് വസിക്കേണ്ടത്. സന്തോഷത്തോടെ ഒരു പ്രസംഗമാണത്. സ്തോത്രം. അതെ, അതുകൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ട എല്ലാ സാഡ്നെസ്സും ജോയായി ഇന്ന് രാത്രി റീപ്ലേസ് ചെയ്യപ്പെട്ട സന്തോഷത്തിലായിരിക്കും. ഹല്ലേലൂയ. വീണ്ടും ദാവീദിൻ്റെ കൂടാരത്തിലുള്ള മറ്റൊരു കാര്യമാണ് കൈത്താളം. 47-ാം സങ്കീർത്തനം 1-ാം വാക്യം നോക്കിയേ. കൈത്താളത്തെക്കുറിച്ചോട് വേദപുസ്തകം പറയുന്നു. കൈത്താളം എല്ലാവർക്കും അറിയാം. സ്തോത്രം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവേൻ. സ്തോത്രം. ഇപ്പം കൈകൊട്ടാതെ കയ്യിൽ പേന ഇരിക്കുന്നതുകൊണ്ടാണ് വീട്ടിൽ ചെന്ന് കൈതൊട്ടിയാണെങ്കിൽ. സ്തോത്രം. നോക്കണമേ, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവേൻ. ക്ലാപ്പിംഗ്. യെസ്, ക്ലാപ്പ് all of your hands, all you people. സ്തോത്രം. കൈകൊട്ടുവേൻ. കൈകൊട്ടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം യോബിൻ്റെ പുസ്തകം പറയുന്നു. കൈകൊട്ടി ദുഷ്ടനെ പുറത്താക്കുന്നു, ദുഷ്ടനെ വിരട്ടി ഓടിക്കുന്നു. വലിയൊരു സൂപ്പർ സ്റ്റാറിന് വേണ്ടി പണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ കൈകൊട്ടി പാടുന്നവരാണല്ലേ, നിങ്ങൾ കൈകൊട്ടി ആരാധിക്കുന്നവരാണല്ലേ. ഞാൻ പറഞ്ഞാണ്. സ്തോത്രം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നെഗറ്റീവ് എനർജി എല്ലാം കൈകൊട്ടുമ്പോൾ പോകും. ഞാൻ പറയും, സാറിൻ്റെ നെഗറ്റീവ് എനർജി പോകാനാണ് ഇന്ന് രാത്രി ഞാൻ ഉറക്കം കളഞ്ഞു വന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ കൈ തട്ടുന്നതിൽ ശക്തി ഉണ്ടെന്ന് ഇവിടെ കൈകൊട്ടാതിരിക്കുന്ന ആർക്കും അറിയത്തില്ലെങ്കിലും മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറിന് വരെ അറിയാം കൈകൊട്ടുന്നതിൽ ശക്തിയുണ്ടെന്ന്. ഇപ്പോൾ ആരെങ്കിലും കൈകൊട്ടാതിരിക്കുന്നെങ്കിൽ മോഹൻ ബ്രദർ ഏത് സൂപ്പർ സ്റ്റാർ എന്ന് അറിയാൻ വേണ്ടിയായിരിക്കാം ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൈ കൊട്ടുന്നതിൽ സ്തോത്രം വലിയ ശക്തിയുണ്ട്. ദൈവകൃപയാൽ നിങ്ങളാകുന്ന ജീവനുള്ള ആലയം. ശബ്ദം ഉയർത്തി പറഞ്ഞാൽ എന്താണ്? കൈകൊട്ടി പാടണം. വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് കൈകൊട്ടി പാടണം. അല്ലാതെ ആ ചുവര തള്ളിയിടാമോ എന്ന് വിചാരിച്ച് ചാരി ഇരുന്ന്. ഞാൻ ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജന കാലത്തിന് മുമ്പ് കിടന്നതുപോലെ ഇങ്ങനെ അഴുക്ക് നിറഞ്ഞിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, ഇവിടെയാണോ പപ്പ ചാരി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? അങ്കിൾ എങ്ങനെ മനസ്സിലാക്കി? കാരണം നെരോലൊക്കെ പെയിൻ്റ് അടിക്കാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായോ? എന്താ തുറച്ചു നോക്കുന്ന ഉള്ള കാര്യം പറഞ്ഞപ്പോൾ? അതിന് വിവേചനം ഒന്നുണ്ട് വേണ്ട, കണ്ണിൽ കാഴ്ച ഉണ്ടായിരുന്നാൽ മതി. സ്തോത്രം. അവിടെ ഇങ്ങനെ ചാരി ഇരുന്ന്
നോ, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. കൈകൊട്ടി ആരാധന. ഞാൻ ഒരു കാര്യം പറയും, അടുത്ത് പറയുന്ന ഇമ്പോർട്ടൻ്റ്, ചർച്ചിനെ വീട്ടിൽ കൊണ്ടുപോകണം. വീട്ടിനെ ചർച്ചിൽ കൊണ്ടുവരണമല്ല, യേശുവിൻ്റെ നാമത്തിൽ നോവേ, ചർച്ചിനെ വീട്ടിൽ കൊണ്ടുപോകണം. വീട്ടിലിരിക്കുന്നതെല്ലാം ചർച്ചയിൽ കൊണ്ടുവരല്ലേ. സ്തോത്രം, സഭയെ വീട്ടിൽ കൊണ്ടുപോകണം. സ്തോത്രം, സഭയെ വീട്ടിൽ അനുഭവിക്കണം. ദൈവ സാന്നിധ്യത്തെ വീട്ടിൽ അനുഭവിക്കണം. ലൈഫ് മാറിയിരിക്കും, ജീവിതം മാറിയിരിക്കും. തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റം ജീവിതത്തിനുണ്ടാകും. പ്രസംഗത്തിൽ നിൽക്കല്ലേ, ജീവിക്കണം. കൈകൊട്ടി ദൈവത്തെ ആരാധിക്കണം. വീട്ടിലെ കൈകൊട്ടി ആരാധിക്കണം. നാട്ടുകാരറിയണം, അപ്പുറത്തുള്ളവരറിയണം, വീട്ടുകാരറിയണം, അയൽവാസികളറിയണം. കൈകൊട്ടി പാടുന്നവരാണ് അപ്പുറത്ത് താമസിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കൈകൊട്ടി പാടാൻ എനിക്ക് കാരണമുണ്ട്. സ്തോത്രം, കൈകൊട്ടി പാടാൻ കാരണമുണ്ട്. ഒരു കുഷ്ഠരോഗ ആശുപത്രിയിൽ പണ്ട് വർഷങ്ങൾക്കും പോയപ്പോഴേക്കും 10 വിരലുമില്ല. പക്ഷേ എങ്കിലും ആ കൈപ്പത്തി വെച്ച് അവർ കൈയടിച്ച് പാടുക. അന്ന് വിചാരിച്ചു, കർത്താവെ, കൈയടിക്കാതിരിക്കുന്ന എല്ലാ പാട്ടിനും, കൈയടിക്കണ്ട എന്ന് തോന്നുന്ന പാട്ടിനും കൈയടിച്ചു പോകും. കാരണം കർത്താവ് നല്ല കൈയെ നമുക്ക് തന്നിട്ടുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, കൈപ്പത്തി ഏതോ ആക്സിഡൻ്റ് നിമിത്തം പോയി, കൈപ്പത്തി പോയി. പക്ഷേ ഇവിടെ ഈ 2 അസ്ഥികൾ കൊണ്ട് തീർന്നിരിക്കുക. ആക്സിഡൻ്റ് ഒന്നും ആയില്ല. ആ മനുഷ്യൻ ആ 2 കൈയും കൊണ്ട് ഇങ്ങനെ കൊട്ടി തമിഴിൽ പാട്ട് പാടി അതിൽ ഭിക്ഷ ചോദിക്കുകയാണ്. ഓ ഖമാൺ, ഹൃദയം തകർന്നു പോയി. സ്തോത്രം. നമുക്ക് അംഗവൈകല്യം വന്നിട്ടില്ല, വരത്തുമില്ല, യേശുവിൻ്റെ നാമത്തിൽ. ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ. മുടി വെട്ടുമായിരിക്കും, നഖം വെട്ടുമായിരിക്കും, വേറെ നമ്മുടെ ശരീരത്തിൽ കത്തിവെക്കാൻ ദൈവം സമ്മതിക്കാതിരിക്കട്ടെ. കൈകൊട്ടി പാടണം. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരത്തിൻ്റെ ആരോഗ്യം ക്രിക്കറ്റുകാരനും രാഷ്ട്രീയക്കാരനും കൈകൊട്ടാനുള്ളതല്ല, ജീവനുള്ള ദൈവത്തിന് കൈകൊട്ടാനുള്ളതാകട്ടെ. ഹല്ലേലൂയ. കൈകൊട്ടി ദൈവത്തെ ആരാധിക്കുക. 1 Corinthians 16:4 പറയുന്നു, ഷൗട്ട് ചെയ്യുന്നു, ആർപ്പിടുന്നു. ആർപ്പ് ആരാധനയുടെ ഒരു ഭാഗമാണ്. അതിന് യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രം ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ഏതോ ട്രാൻസ്ലേഷനിൽ ഞാൻ കണ്ടതാണ്, ഷൗട്ട് ചെയ്യുന്നു. സ്തോത്രം. ആ അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കുമ്പോൾ പാറ്റേൺ ഓഫ് വർഷിപ്പ് കാണുവാൻ തക്കൊണ്ട് കഴിക്കും. ഷൗട്ട്, ആർപ്പിടുന്നു. എരിഹോവിൻ്റെ ചുറ്റും നിന്ന് ജനം എന്ത് ചെയ്തു? ആർപ്പെട്ടു. സ്തോത്രം. ആർപ്പ് നിങ്ങളുടെ ആരാധനയിൽ വെളിപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ 16:4 ഒരു പക്ഷേ റൈറ്റ് വേർഡായിരിക്കത്തില്ല. അധ്യായം ദയവായി വീട്ടിൽ പോയി വായിച്ചു നോക്കിയാട്ടെ. ഷൗട്ട്, ആർപ്പിടുവിൻ. ഭക്തന്മാരായുള്ളവരെ ആർപ്പിടുവിൻ. സങ്കീർത്തനത്തിന് ആർപ്പിനെക്കുറിച്ച് റെഫറൻസസ് ഉണ്ട്, വാക്യങ്ങളുണ്ട്. കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ആർപ്പിടണം. ആർപ്പിടുമ്പോൾ മതിൽ വീടുന്നു. അതിന് മുമ്പിൽ കരയുമ്പോഴെന്നല്ല, ആർപ്പിടുമ്പോൾ. അപ്പോൾ കൈ കൊട്ടുമ്പോൾ വെളിപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, ആർപ്പിടുമ്പോൾ വെളിപ്പെടുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കുക, ഓരോ പാറ്റേണിൽ വെളിപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഓരോ കളറിന് ഓരോ അർത്ഥം ബൈബിളിലുള്ളതുപോലെ, ഓരോ സസ്യങ്ങൾക്ക് സ്തോത്രം ഓരോ അർത്ഥമുള്ളതുപോലെ ആരാധനയുടെ ഓരോ രീതിയിൽ വെളിപ്പെടുന്നതായ ഓരോ കാര്യങ്ങളുണ്ട്. ആർപ്പിട്ട ദൈവത്തെ സ്തുതിക്കുന്നു. 1 Corinthians 15:29 പറയുന്നു, നൃത്തത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിർത്തി പെട്ടെന്ന്. നൃത്തത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. TPM ചർച്ചസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ആത്മാവിൽ ദൈവജനത്തെ അവർ നൃത്തത്തിലേക്ക് നയിക്കാറുണ്ട്. കർത്താവ് എന്തോ അപരാധം പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കും. നോക്ക്, ആത്മാവിൽ ജനം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാറുണ്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ കാലും നിങ്ങളുടെ കൈയും ഒരുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചലിച്ചാൽ അതിൻ്റെ പേരാണ് നൃത്തം. നിങ്ങളുടെ കൈ മാത്രമല്ല, നിങ്ങളുടെ കാലം, നമ്മുടെ കാലിൽ കിടക്കുന്ന ചങ്ങലകൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടട്ടെ. നൃത്തം ചെയ്ത് ദൈവജനം ദൈവത്തെ ആരാധിക്കട്ടെ. യോങ്കിച്ചോ വേൾഡ് കോൺഫറൻസിന് വേണ്ടി ഒരു ദിവസം യെരുശലേമിൽ കടന്നു വന്ന് പ്രസംഗിക്കുകയാണ്. സ്തോത്രം. 7:40 അദ്ദേഹം കയറി വരുമ്പോൾ അവർ പാടുന്നു, ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ, ഹിസ് ട്രൂപ്പ് ഈസ് മാർച്ചിങ് ഓൺ. അവർ പാടുമ്പോഴേക്കും എന്താ സംഭവിച്ചതെന്നറിയോ? സ്തോത്രം. യോങ്കിച്ചോ എഴുന്നേറ്റ് നിന്ന് 3 പ്രാവശ്യം കരങ്ങളെ ചലിപ്പിച്ചു. 7:40 ആരംഭിച്ച നൃത്തം പുലർകാലം 3:30 തീർന്നത്. അന്ന് രാത്രി സ്തോത്രം പ്രസംഗം നടന്നില്ല. നൃത്തത്തോടെ ജനം ദൈവത്തെ ആരാധിച്ചു. ദൈവ മഹത്വം ശക്തമായി ഇറങ്ങി വന്നു. അന്ന് ആ മീറ്റിങ്ങിന് അവരോടൊപ്പം നിന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച ഡോക്ടർ തോമസ് മാത്യു നേരിട്ട് എന്നോടാണ് പറഞ്ഞത്, സുരേഷേ, ആ ദൈവദാസം വന്ന് 3 പ്രാവശ്യം കൈ ചലിപ്പിച്ചപ്പോൾ മഹത്വം ഇറങ്ങി. നീ ചലിക്കുമ്പോൾ എന്തോ ഉണ്ടാവുന്നു. നവപ്പൂർ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാൻ ചെന്ന് ആദ്യത്തെ ദിവസം ആ വർഷത്തെ ആദ്യത്തെ പ്രാവശ്യം ഇറങ്ങി പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ യെരുശലേമിലായിരുന്നു. യോങ്കിച്ചോ വന്ന് 3 പ്രാവശ്യം കൈ ചലിപ്പിച്ചപ്പോൾ അന്ന് രാത്രി പ്രസംഗം നടന്നില്ല. 10,000-കണക്കിന് ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് സ്തോത്രം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. നീയും പ്രസംഗിക്കാൻ വന്നിരിക്കുന്നു, എന്തോ നടക്കും.
മനസ്സിലായോ? ആ ഫാദേഴ്സിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഭയങ്കര അല്ലേ? സ്തോത്രം. സോ അപ്പം നൃത്തത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. 10ാമത്തെ കാര്യം, ലിഫ്റ്റ് ഇൻ ദ ഹാൻഡ്സ്, കരങ്ങളെ ഉയർത്തി. 134 സങ്കീർത്തനം, പുറപ്പാട് പുസ്തകം 17 അധ്യായം, 134 സങ്കീർത്തനം, പുറപ്പാട് പുസ്തകം 17. അവിടെയൊക്കെ വേദപുസ്തകം പറയുന്നു കരങ്ങളെ ഉയർത്തി. അഹരോനും ഗൂരും മോശയുടെ കരം ഉയർത്തി. മോശയുടെ കരം ഉയർത്തിയപ്പോൾ ജനം ജയിച്ചു. ജീവിതത്തിൽ ജയിക്കുന്നവർക്ക് മാത്രമേ കരങ്ങളെ ഉയർത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. 1 16:29 ആരാധിക്കുന്നു. സ്തുതിയല്ല ആരാധന, സ്തുതിയിൽ ദൈവം ഇറങ്ങി വരുന്നു, ആരാധിക്കുന്നു. 1 16:29 യഹോവയ്ക്കും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പിൻ, കാഴ്ചയുമാവിൻ്റെ വിശുദ്ധ സന്നിധിയിൽ ചെല്ലുവിൻ, വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പിൻ. നമസ്കാരം എന്ന് പറയുന്നത് അത് ആരാധനീയമായ ബന്ധത്തിലാണ്. ആരാധിക്കുന്നു. സ്തുതിയിൽ ദൈവം ഇറങ്ങി വരുന്നു, ആരാധിക്കുമ്പോൾ ദൈവം ചലിക്കുന്നു. ഒരിക്കൽ കൂടെ, സ്തുതിയിൽ ദൈവം ഇറങ്ങി വരുന്നു, ആരാധിക്കുമ്പോൾ ദൈവം ചലിക്കുന്നു. ദൈവം ഇറങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ, സ്തുതിച്ചാൽ മതി. ദൈവത്തിൻ്റെ ചലനം കാണുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ, ആരാധിച്ചാൽ മതി. സ്തോത്രം. സ്തുതിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നു, ആരാധിക്കുമ്പോൾ ദൈവം ചലിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യെസ്, ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ ആത്മ ഇറങ്ങി ചലിക്കുമ്പോൾ സീക്കിംഗ് ദ ലോഡ് എന്ന് പറയും. ദൈവത്തിൻ്റെ വഴികളെ നമ്മൾ തേടുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ വഴികളെ നാം തേടുന്നത് എന്ന് പറഞ്ഞാൽ ദൈവ ശബ്ദം നമ്മൾ കേൾക്കുന്നത്, ദൈവം നമ്മെ ഡയറക്റ്റ് ചെയ്യുന്നത്, ദൈവം നമുക്ക് ദിശാബോധം തരുന്നത്. മനസ്സിലാകുന്നു? സ്തോത്രം. അതൊരു സർവീസ് ആയിരിക്കാം, ജീവിതമായിരിക്കാം, അടുത്ത നാളുകളിലുള്ള ക്രമീകരണങ്ങളായിരിക്കാം. ഇതെല്ലാം ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ആരാധനയുടെ പീക്കിലാണ്. വീണ്ടും അല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മോശ കയറി ചെന്നു, അല്ലെങ്കിൽ അതിനുശേഷം മഹാപുരോഹിതൻ കയറി ചെല്ലപ്പോൾ ആ മഹത്വവും മഹാപുരോഹിതനും മാത്രമേ കാണത്തുള്ളൂ. ആ കെരൂബുകളുടെ മധ്യത്തിലുള്ള മഹത്വത്തിൽ നിന്നാണ് ദൈവം സംസാരിക്കുന്നത്. സോ അതാണ് ആരാധനയിൽ സംഭവിക്കുന്നത്. ആരാധനയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്തല്ല, അതിപരിശുദ്ധ സ്ഥലത്താണ്. ആ അതിപരിശുദ്ധ സ്ഥലത്ത് ടോട്ടൽ സൈലൻസ് ആണ്. പ്രൈസിൽ ശബ്ദമുണ്ട്, സ്തുതിയിൽ ശബ്ദമുണ്ട്, ആരാധനയിൽ ഇൻറ്റിമസിയാണുള്ളത്. ഓ കമാൻ. ഒരിക്കൽ കൂടെ, സ്തുതിയിൽ ശബ്ദമുണ്ട്, ആരാധനയിൽ ഇൻറ്റിമസി, ദൈവിക അടുപ്പമാണുള്ളത്. ആ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത് സ്തുതിയിലല്ല, ആരാധനയിലാണ്. സോ അവിടെ ദൈവമക്കളെ നിങ്ങൾ എന്ത് ചെയ്യും? ദൈവശബ്ദം കേട്ടിരിക്കും. യഥാർത്ഥ ഒരു ആരാധനയാണെങ്കിൽ പ്രാസംഗനല്ല, പ്രീച്ചറല്ല, ബ്രദറല്ല, പാസ്റ്ററല്ല, ദൈവത്തിൽ നിന്ന് നേരിട്ട് നിങ്ങൾ ശബ്ദം കേട്ടിരിക്കുക. നിങ്ങളുടെ ആരാധന കൃത്യമാണെങ്കിൽ എന്താ മിണ്ടാതിരിക്കുന്നത്? യൂട്യൂബ് സംസാരിച്ചു, ഫേസ്ബുക്ക് സംസാരിച്ചു, ബ്രദർ എന്നെ പറഞ്ഞ പോയിൻ്റ് ബ്രദർ അപ്പോഴും പറഞ്ഞ അതൊന്നും അല്ല നിങ്ങൾ പറയുന്നത്. എൻ്റെ അപ്പൻ എന്നോട് സംസാരിച്ചു, എൻ്റെ അപ്പൻ എന്നോട് സംസാരിച്ചു. വേണമെന്ന് പറയുന്നവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചോ ആട്ടെ. സംസാരിക്കും കർത്താവേ. ശമൂവേലിനോട് സംസാരിച്ചവൻ, മോശയോട് സംസാരിച്ചവൻ, അബ്രഹാമിനോട് സംസാരിച്ചവൻ. സീക്കിംഗ് ദ സ്തോത്രം, സീക്കിംഗ് ദ ലോഡ്. 1:16-10-11 സീക്കിംഗ് ദ ലോഡ്. ഹല്ലേലൂയ. സീക്കിംഗ് ദ ലോഡ്, സീക്കിംഗ് ദ ലോഡ്. ഹല്ലേലൂയ. സ്പിരിച്വൽ സാക്രിഫൈസ്. 13ാമത്തെ കാര്യം, സ്പിരിച്വൽ സാക്രിഫൈസ്. സ്തോത്രം. സങ്കീർത്തനം 27:6, സങ്കീർത്തനം 27:6, 1 പത്രോസ് 2:3-4, സങ്കീർത്തനം 27:6. എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുമേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. സ്പിരിച്വൽ സാക്രിഫൈസ്, ജയഘോഷയാഗങ്ങൾ. ആ ജയഘോഷയാഗങ്ങൾ സിമ്പിൾ എന്തായിരിക്കും? നിങ്ങൾ ജയഘോഷം അർപ്പിക്കുമ്പോൾ ശത്രുവിൻ്റെ പാളയത്തിൽ നിലവിളിയായിരിക്കും. ഓ ലോർഡ്. ശത്രുവിൻ്റെ പാളയത്തിൽ ഭയങ്കര നിലവിളിയായിരിക്കും. മക്കളെ, നിങ്ങളെ കരയിപ്പിപ്പാൻ ഒരുപാട് കൊടുങ്കാറ്റുകളെ ദുഷ്ടൻ അഴിച്ചുവിട്ടതാണ്. നിങ്ങളെ നിലവിളിപ്പിപ്പാൻ, തലയിൽ കൈവച്ച് നിലവിളിച്ച് കിടക്കാൻ ഒത്തിരി പ്രശ്നങ്ങൾ വന്നതാണ്. വേറൊരു ട്രെൻഡ് നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ കാണുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ജയഘോഷയാഗങ്ങൾ വെളിപ്പെടുമ്പോൾ ശത്രു കരയുന്നത് നിങ്ങൾ കാണും. സാത്താൻ തുടർന്നുള്ള ദിവസങ്ങൾ കരയട്ടെ. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തെ സ്തുതിപ്പാനാണ്, ദൈവത്തിന് ജയഘോഷയാഗങ്ങൾ അർപ്പിക്കുന്നത്. എബ്രായർ 13:15 അങ്ങനെ പറയുന്നു. അതെ, ജയഘോഷയാഗങ്ങൾ. ഹല്ലേലൂയ.
സ്തോത്രം. ഫൈനലി ഈ ജയഘോഷ യാഗങ്ങൾ, അപ്പോൾ നിങ്ങൾ ജയിച്ചല്ലോ. നിങ്ങൾ താഴ്വരയിലല്ല, നിങ്ങൾ പർവ്വതത്തിലാണ്. പ്രശ്നങ്ങൾ നിങ്ങളുടെ കാൽ കീഴിലാണ്. നിങ്ങൾ ജയിച്ചു, ജയത്തിൻ്റെ കൊടി ഉയർന്നു. ഫൈനലി ഇതാണ് ആരാധന. തോറ്റിട്ട ഒരു ആരാധനയില്ല. എനിക്ക് തോന്നുന്നുവെന്ന് പറഞ്ഞിട്ട് ആരാധനയില്ല. പകുതി വഴിയിൽ ആരാധനയില്ല. ജയിക്കുന്നതാണ് ആരാധന. ഏത് സർവീസാണോ, ഏത് ബൈബിൾ സ്റ്റഡിയാണോ, ഏത് സ്തോത്രം ആരാധനയാണോ, ജയിച്ചിട്ട് മാത്രമേ അത് നിർത്തത്തുള്ളൂ. അവസാനം ഒരേ ഒരു കാര്യം, 14 അവസാനം പറയുന്നതാണ് ആമേൻ. അവസാനം പറയുന്നതാണ് ആമേൻ. ഞാൻ നിർത്തി. 1 വൃത്താന്തം 16:36. സ്തോത്രം. ആമേൻ. എല്ലാവരും പറഞ്ഞാട്ട് എന്താണ്? ആമേൻ. എഴുന്നേറ്റ് നിൽക്കോ. എല്ലാവരും അവസാനമായി പറയുന്നതാണ് ആമേൻ. ഈ 14 ശബ്ദങ്ങൾ ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന് 24 മണിക്കൂർ ഇങ്ങനെ ഉയർന്നു. അതുകൊണ്ട് ശലോമോന്റെ കാലത്തെക്കാൾ, യോശിയാവിൻ്റെ കാലത്തേക്കാൾ, ഹിസ്കിയാവിൻ്റെ കാലത്തേക്കാൾ, ഉസിയാവിൻ്റെ കാലത്തേക്കാൾ, മറ്റ് ഏതൊരു രാജാക്കന്മാരുടെ കാലത്തേക്കാൾ ഏറ്റവും ഭയങ്കര പ്രബലമായ ഒരു ടൈം എന്ന് പറയുന്നത് ദാവീദിൻ്റെ ടൈമായിരുന്നു. നിങ്ങൾ കേട്ടില്ല, ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഏറ്റവും ബലപ്പെട്ടിരുന്നതായ അനുഗ്രഹത്തിൻ്റെ കാലം ദാവീദിൻ്റെ കാലമായിരുന്നു. കൊട്ടാരത്തിൻ്റെ വലിപ്പമല്ല, ഖജനാവിൻ്റെ നിറവല്ല, പകരം ആലയത്തിൻ്റെ മഹത്വമായിരുന്നു. ഹല്ലേലൂയ. ആലയത്തിൻ്റെ മഹത്വമാണ് അവൻ്റെ ഖജനാവിലേക്ക് നന്മകളെ കൊണ്ടുവന്നത്. അവൻ്റെ കൊട്ടാരത്തെ, സിംഹാസനത്തെ ഉറപ്പിച്ചത് ദേവാലയത്തിൻ്റെ സ്തോത്രം, അതേ മഹത്വമായിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫിൻ്റെ നന്മയെന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയെന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മീയ ആരാധനയാണ്. എത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ജീവിക്കുമോ, അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയുണ്ടായിരിക്കും. എന്നാൽ നന്മയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം, എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞല്ല ആരാധിക്കുന്നത്. പകരം സ്തോത്രം, അതെ, ദൈവം സകല ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായത് കൊണ്ട് ആരാധിക്കേണ്ടവനെ നാം ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം ആരാധന കൊതിയനല്ല, ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവം ആരാധന കൊതിയനല്ല, ദൈവം ആരാധന യോഗ്യനാണ്. ദാവീദിൻ്റെ കൂടാരങ്ങളെ പറിച്ചു കളവാൻ ഒത്തിരി വെല്ലുവിളികൾ, കൊടുങ്കാറ്റുകളൊക്കെ കടന്നു വന്നു. ദാവീദിൻ്റെ ലൈഫിൽ നിങ്ങൾ നോക്കുമ്പോൾ പലതരത്തിൽ, വീട്ടിനകത്ത് നിന്ന്, സ്വന്തം മക്കളിൽ നിന്ന് പോലും കൊടുങ്കാറ്റുകൾ കടന്നു വന്നു. അബ്ശലോമിൻ്റെ പ്രശ്നമാകട്ടെ, അതിന് മുമ്പ് വന്നതായ പുറത്തുനിന്നുള്ള പ്രശ്നമാകട്ടെ, കത്തുനിന്ന് വന്ന പ്രശ്നമാകട്ടെ, ഏത് രീതിയിൽ ഏത് രൂപത്തിൽ ആ പ്രശ്നം വന്നിട്ടും ആ കൂടാരം പൊളിഞ്ഞു പോയില്ല. നിങ്ങൾക്ക് അകത്തു നിന്നും പുറത്തു നിന്നും, അറിഞ്ഞവരിൽ നിന്നും അറിയാത്തവരിൽ നിന്നും എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും നിങ്ങൾ ഒരിക്കലും പൊളിഞ്ഞു പോകത്തില്ല. ബിക്കോസ് ദ ലോർഡ് സേയ്സ്, ഐ വിൽ റിസ്റ്റോർ ദ ടാബർനാക്കിൾ ഓഫ് ഡേവിഡ്. ഞാൻ ദാവീദിൻ്റെ കൂടാരത്തെ പണിയ, ദാവീദിൻ്റെ കൂടാരത്തെ പണിയ. കർത്താവ് നമ്മെ പണിയട്ടെ. അവസാനത്തെ ശബ്ദമാണ് ആമേൻ. എല്ലാവരും പറഞ്ഞാട്ടെ ആമേൻ. എല്ലാവരും പറഞ്ഞാട്ടെ ആമേൻ.